ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലെ ഒരു സ്വഹാബി വര്യൻ വന്നുകൊണ്ട് പറഞ്ഞു, പുന്നാര നബിയെ, ഞങ്ങൾക്കാദ്യം ഒരു വീടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് മക്കള് പേരക്കുട്ടികളുണ്ട്. പിന്നെ ഞങ്ങൾ ആ വീട് വിറ്റിട്ട് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറിയപ്പോ മക്കള് പേരക്കുട്ടികള് ഓരോരുത്തരായി മരിച്ചു പിരിയാൻ തുടങ്ങി. ഞങ്ങൾക്ക് സമ്പത്ത് കുറഞ്ഞു വരികയാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ആ വീട് വിറ്റുകൊണ്ട് മറ്റെവിടേക്കെങ്കിലും താമസം മാറുക. ബർക്കത്തില്ലാത്ത വീട്. കച്ചവടത്തിൽ ബർക്കത്തുണ്ട് എന്നാണ്. ഒരു കച്ചവടം തുടങ്ങി, ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട് തുടങ്ങി, ബർക്കത്തുണ്ടോ ഇല്ലയെന്ന് വേഗം തിരിയും. ബർക്കത്തില്ലാന്ന് തിരിഞ്ഞാൽ എത്ര നേരത്തെ പൂട്ടണോ അത്രയും നഷ്ടം കുറക്കാം. ഒരു സാധനം ബർക്കത്തില്ല എന്ന് മനസ്സിലായാൽ എത്ര കണ്ട് നേരത്തെ പൂട്ടണുണ്ടോ അത്ര കണ്ട് നഷ്ടം കുറക്കാം. കച്ചവടത്തിലെ ബർക്കത്ത് ഇങ്ങനെ ഏത് വിഷയത്തിലും. നാക്കാലികളിൽ ബറക്കത്തുണ്ട്, നാക്കാലികളിൽ ബറക്കത്തുണ്ട്. വളർത്തു ജീവികളിൽ ബറക്കത്തുണ്ട്. റജബും ശഅബാനും ബറക്കത്തിന്റെ മാസമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ. റജബിലെ ബർക്കത്ത് അല്ലാഹുവുമായി ബന്ധമുള്ളതും ശഅബാനിലെ ബറക്കത്ത് മുസ്തഫായ നബി തങ്ങളുമായി ബന്ധമുള്ളതുമാണ്. റജബുൻ ഷഹ്റുല്ലാഹി ശഅബാനു ഷഹ്രി എന്ന് പുണ്യ നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് അല്ലാഹുവിന്റെ മാസവും ശഅബാൻ എന്റെ മാസവുമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. റജബിലെ ബറക്കത്ത് അല്ലാഹുവുമായി ബന്ധമുള്ളതും ശഅബാനിലെ ബറക്കത്ത് മുസ്തഫായ നബി തങ്ങളുമായി ബന്ധമുള്ളതുമാണ്. ഏറ്റവും വലിയ ബറക്കത്ത് സമ്പത്തിലെ ബറക്കത്താന്ന് ഞാൻ പറഞ്ഞു. മുതലിലെ ബറക്കത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുതലിൽ ബറക്കത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാല് ചില ആൾക്കാർക്ക് ഒരുപാട് പൈസ ഉണ്ടാവും, പക്ഷെ ആവശ്യത്തിന് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും. 1,00,000 റുപ്യ കയ്യിലുള്ള ഒരാള് 1,00,000 റുപ്യ കയ്യിലുള്ള ആള് 1 റുപ്യ കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഓന് 1,00,001 റുപ്യാണ് ആവശ്യമുള്ളത്. 1,00,000 ഓൻ്റെ അടുത്ത് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ കാണുന്നവരോടൊക്കെ 1 റുപ്യ തരുമോ, 1 റുപ്യ തരുമോ? ബർക്കത്തില്ലെങ്കിൽ അങ്ങനെയാണ്. എന്താ കാട്ട? വേറെ ചില ആൾക്കാർക്ക് ആകെ 500 റുപ്യ ഉള്ളൂ. 250 റുപ്യക്ക് എല്ലാ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി 250 കീശയിൽ വെക്കാനും ഉണ്ടാവും. അതാണ് ബർക്കത്ത്. മക്കളിൽ ബർക്കത്ത്. 10 മക്കളുണ്ട്, ആവശ്യ നേരത്തെ ഒറ്റൊന്നുമില്ല, അങ്ങനെ ഉണ്ടാവും. ഒന്നേ ഉള്ളൂ, എല്ലാറ്റിനും ഓൻ തന്നെ ഉണ്ട്, അങ്ങനെ ഉണ്ടാവും. ബർക്കത്തുള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസമാണ്. മുതലിൽ ബറക്കത്ത് വേണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം സദഖ കൊടുക്കലാകുന്നു. സമ്പത്തിന്റെ ഏറ്റവും വലിയ ഉപകാരം സദഖ കൊടുക്കലാണ്. പിരിവില്ലല്ലോ എന്ന് ഞാൻ ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട് ഓലോട്. കാരണം ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പം പിരിവിന് പറയാണെന്ന്. ഇവിടെ പിരിവില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാലോ. ലോകത്ത് ഏതെങ്കിലും സമ്പന്നന്മാരുണ്ടോ? മുഴുവൻ മുതലാളിമാരും പരിശോധിച്ചോളേ. ഓനോ ഓന്റെ വാപ്പാന്റെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടുണ്ടാവില്ല. കാരണം 1 റുപ്യക്ക് 10 റുപ്യ കിട്ടും സ്വതക്ക കൊടുത്താല്. 10 റുപ്യക്ക് 100 റുപ്യ സ്വതക്ക കൊടുത്താൽ കിട്ടും. 100 റുപ്യക്ക് 1000 റുപ്യ കിട്ടും. 1000 റുപ്യക്ക് 10,000 റുപ്യ കിട്ടും. ഒരിക്കൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലിരിക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു ഉറുമാമ്പഴം തിന്നാൻ ആഗ്രഹമുണ്ട്. പനിയിരുന്നു, ഭയങ്കര പനിയാണ്. പനി മാറിയപ്പോ ഒരു പൂതി, ഒരു ഉറുമാമ്പഴം തിന്നാ തരക്കടില്ല. അലിയാരോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവേ, ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന ആശയുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആഗ്രഹം കേട്ടപ്പം മാർക്കറ്റിൽ പോയി, ചന്തയിൽ പോയി, കീശയിലുള്ള കാശിന് ഒരു ഉറുമാമ്പഴം വാങ്ങി തിരിച്ചു വരുമ്പോ ജയിൽ മോചിതനായി കാലിൽ ചങ്ങലയുമായി ഒരാൾ വരുന്നു. ജയിലിലിരുന്നു,
കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അയാൾ വരുന്നുണ്ട്. അലിയാരെ, വിശന്നിട്ട് വല്ലതും തരുമോ എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു ഉറുമാമ്പഴമുണ്ട്. മഹാനവർകൾ ഇങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ, ഞാൻ ഈ ഉറുമാമ്പഴം ഇയാൾക്ക് കൊടുക്കണോ അതോ എന്റെ സഹധർമ്മിണിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് കൊണ്ടുപോയി കൊടുക്കണോ? ആലോചിച്ച അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഫാത്തിമക്ക് ഏതായാലും വിശന്നിട്ടല്ല, പൂതിയായിട്ടാണ്. ഇയാൾക്ക് വിശന്നിട്ടാണ്. വിശപ്പിന് ഒന്നാം സ്ഥാനം കൊടുക്കാം, ഇജെടുത്തോ പറഞ്ഞു കൊടുത്തു. അയാളെ തിന്നു റാഹത്തായി. രണ്ടാമത്തെ ഒന്ന് വാങ്ങാൻ പൈസ ഇല്ല. അങ്ങനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ മുഖത്ത് എന്തോരം മ്ലാനതയുണ്ട്, ദുഃഖത്തിന്റെ അടയാളമുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് പുതുമാരരെ, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഒരു വിഷമം തോന്നുന്നുണ്ടല്ലോ. ഫാത്തിമ, നീ വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഉറുമാമ്പഴം കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ഞാൻ ചന്തയിൽ നിന്ന് ഒരു ഉറുമാമ്പഴം വാങ്ങി വരുമ്പോ വഴിയിൽ വെച്ച് വിശന്ന് വലഞ്ഞ ഒരാളെ കണ്ടു. ഞാനത് അയാൾക്ക് കൊടുത്തു. രണ്ടാമതൊന്ന് വാങ്ങാൻ എൻ്റെ അടുക്കൽ കാശില്ല. സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ അത് അയാൾക്ക് കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിലാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ളത്. നിങ്ങളത് കൊടുത്തത് കൊണ്ട് എനിക്ക് വളരെയധികം റാഹത്തായി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കയറി വരുന്നുണ്ട്. ഇതിങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അംർ ഇബ്നുൽ ആസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. മൂപ്പരെ കയ്യിലുണ്ട് ഒരു കീസ്, ഒരു പൊതി, ഒരു കവറ്. അലിയാർക്ക് നീട്ടിയിട്ട് പറഞ്ഞു, അലിയാരെ, ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ ഏൽപ്പിച്ചതാണ്. ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ ഏൽപ്പിച്ചാന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അതിങ്ങനെ തുറന്നു നോക്കുമ്പോ അതിൽ 9 ഉറുമാമ്പഴമുണ്ട്. 9 ഉറുമാമ്പഴം. സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംറേ, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല കേട്ടോ, ഇതെനിക്കുള്ളതല്ല, എനിക്ക് ആള് മാറിയത് ഇക്കാരം എന്ന് പറഞ്ഞു. അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, അല്ല, ഇത് നിങ്ങൾക്കുള്ള തന്നെയാണ്, ഉറപ്പാണ് പറഞ്ഞു. ഒരിക്കലും ഇത് എനിക്കുള്ളതാവൂല പറഞ്ഞു. എന്തേ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, അൽ ഹസനതു ബി അശ്രി അംസാലിഹാ, ഒരു നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് തെറ്റൂല. എനിക്കുള്ളതാണെങ്കിൽ 10 ഉറുമാമ്പഴം വേണം, ഇത് 9 ഉറുമാമ്പഴമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു ഉറുമാമ്പഴം പിന്നിക്ക് ഇങ്ങനെ പിടിച്ചിരുന്നു. അതും കൂടിയാണ് കൊടുത്തിട്ട് പറഞ്ഞു, എടുത്തോളി, നിങ്ങൾക്ക് ഉള്ള തന്നെയാണ് എന്ന് പറഞ്ഞ് 10 ഉണ്ട്. ഇതെന്തുകൊണ്ട് നമുക്ക് കിട്ടണില്ല? ഞമ്മക്ക് അതാണ്ട് ഈമാനായിട്ടില്ല. തന്നെ 1 കൊടുത്താൽ 10 കിട്ടും എന്നുള്ളത് ഞമ്മക്കാണ്ട് ഈമാനായില്ല. ഇത്ര ലാഭമുള്ള വേറൊരു കച്ചവടം ചെല്ലോ. മാക്സിമം പലിശ കിട്ട 17%. 100% കിട്ടിക്കോളി. വലിയ ഇടപാട്, വലിയ ബിസിനസ്സാണല്ലോ അപ്പൊ പലിശന്റെ ബിസിനസ്. 100% കിട്ടിയാൽ 1,00,000-ന് 2 ലക്ഷം കിട്ടുള്ളൂ. 1,00,000-ന് 100% പലിശ കിട്ടിയാൽ 1,00,000-ന് 2 ലക്ഷം കിട്ടുക. സ്വതക്ക കൊടുത്താൽ 1,00,000-ന് 10 ലക്ഷം കിട്ടുക. അത്ര ലാഭമുള്ള വേറെ കച്ചവടം ഉണ്ടാവില്ല. പക്ഷെ എന്തേ കാര്യച്ചാൽ ഞമ്മക്കണ്ട് ഈമാനായില്ല. ഇതാണ് പ്രശ്നം. സമ്പത്തിൽ ബറക്കത്തുണ്ടാവണോ? സ്വതക്ക നൽകൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ അങ്ങനെ കുറെ ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പൈസന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണ്? പൈസന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണ്? പൈസന്റെ ഏറ്റവും വലിയ ഉപയോഗം ശരിക്ക് സ്വതക്ക കൊടുക്കലാണ്. പക്ഷെ അത് മനസ്സിലാവാന് റൂഹ് തൊണ്ടക്കുഴിയിലെത്തണം. അപ്പ മനുഷ്യൻ പറയും, പടച്ചോനെ, 1 സെക്കൻഡ് സമയം തരോ, അതിൽ 3 കാര്യമുണ്ട്. 1, മനുഷ്യൻ മരിക്കണ നേരത്ത് കുറച്ചും കൂടി സമയം ചോദിക്കുക സ്വതക്ക കൊടുക്കാനാണ്. 2, സമ്പത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം സ്വതക്കയാണ്. 3, 1 സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാൻ പറ്റുന്ന വഴി സ്വതക്ക കൊടുക്കലാണ്. ഈ 3 കാര്യം അതിലുണ്ട്. ഒന്നാമത്തേത്, സമ്പത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം സ്വതക്ക കൊടുക്കലാണെന്ന് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തേത്, എന്നാണല്ലോ, സദക്ക കൊടുത്ത് ഞാൻ സ്വാലിഹായിക്കൊള്ളാമെന്നാണ്.
ഒരു സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാൻ പറ്റുന്ന വഴി സ്വതക്ക കൊടുക്കലാണ് എന്ന് മനസ്സിലാവും. മൂന്നാമത്തേത് മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി സമയം തരുമോ എന്ന് ചോദിക്കണത് വേറെ ഒരു കാര്യത്തിനുമല്ല സ്വതക്ക കൊടുക്കാനാകുന്നു. മുതലിലെ ബർക്കത്ത് സ്വതക്ക കൊടുക്കണവനാണ്. രണ്ടാമത്തത് ഇനി മക്കളിലെ ബർക്കത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ബർക്കത്ത് മക്കളിലെ ബർക്കത്താണ്. മക്കളിൽ ബർക്കത്തുണ്ടാവാൻ 5 കാര്യങ്ങൾ ചെയ്യണം. സമ്പത്തിൽ ബർക്കത്തുണ്ടാവാൻ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണമെന്നാവോ? എനിക്ക് മനസ്സിലായില്ല. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ആയിക്കോട്ടെ, കാര്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മദ്രസിന്റെ ഉള്ളിൽ കൊടുക്കൽ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വരാന്തയിൽ കൂടെ ഇങ്ങനെ ഇരുന്നാൽ ആ വരാന്തയിലും ആ ഹാളിൽക്കൊക്കെ ഇങ്ങനെ ഇരിക്കുക. കുറച്ചാൾക്കാർക്ക് സ്റ്റേജ് മുഖം കയറാം, കാരണന്മാർക്കൊക്കെ സ്റ്റേജ് മുഖം കയറാം. സ്ത്രീകളുടെ ഭാഗത്തുള്ള വാതിലൊന്നാണ് ചാരിയാൽ മതി. ഫുള്ളായിട്ട് അടക്കണ്ട. ചാരി ഉള്ളത്തെ ലൈറ്റാണ് കെടുത്തിയാൽ മതി. ഒന്നും ചാരിങ്ങാണ്ട് ഉള്ളത്തെ ലൈറ്റ് എടുക്കും. LCD ഉണ്ട്, ഉള്ളത്തെ ലൈറ്റും കെടുത്തിക്കാളെ. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക الصفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാരും കൂടെ നോയിക്കോളി. മുതലിലെ ബർക്കത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. മുതലിലെ ബർക്കത്തുണ്ടാകാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, സ്വതക്ക കൊടുക്കുക. തിരിഞ്ഞവർക്ക് തിരിഞ്ഞു, അല്ലാത്തവർക്ക് തിരിഞ്ഞില്ല. അങ്ങനെയാണ്. ചിലർക്ക് ചിലർക്ക് തിരിഞ്ഞില്ല. കൊടുക്കണം, കൊടുത്തുകൊണ്ടേ ഇരിക്കും, ഓനുണ്ടായിക്കൊണ്ടേ ഇരിക്കും. കൊടുക്കാത്തവൻ കൊടുക്കുന്നതിനെ എതിർത്തുകൊണ്ടേ ഇരിക്കും, ഓനില്ലാതെ ഇരിക്കും. അങ്ങനെയാണ്. നമ്മളെ പള്ളികളിലൊക്കെ പിരിവുണ്ടാവും. നമ്മളെ ഖുതുബോധന പള്ളികളിലൊക്കെ ചില ആൾക്കാർക്ക് പിരിവുണ്ടെങ്കിൽ ഭയങ്കര രസമായിക്കാരം. ഒരു പിരിക്കാൻ മുന്നിട്ടിറങ്ങും. അല്ലെങ്കിൽ പെരേന്ന് പോരുമ്പോൾ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാലോ എന്ന് എഴുതിയിട്ട് 2 10 തൊട്ടൊക്കെ കീശയിലിട്ട് വന്നിട്ടുണ്ടാവും. പോലെ കൊടുക്കും. ചിലവർ പിരിക്കണേനെ ഇങ്ങനെ എതിർത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. ഒരു കൊടുക്കൂല, വേറെ ആളെ കൊടുക്കാനോ വെക്കൂല. അങ്ങനെയാണ്. നല്ലോണം പിരിച്ചണം കേട്ടോ പള്ളിയിലൊക്കെ. പിരിവുകാരുടെ നേതാവ് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് മദീനത്തെ പള്ളിയിൽ ആദ്യം പിരിച്ച ആള്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുസ്തഫ നബി തങ്ങളുടെ ഹദറത്തിൽ ളുഹർ നിസ്കാരത്തിന് ഒരാൾ വരും. ളുഹർ നിസ്കാരത്തിന് ചിലപ്പോൾ ഒരാൾ വരും. നബി തങ്ങൾ പറയും, ബിലാലേ, ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക്. ഞാൻ എല്ലായിടത്തുനിന്നും ഇങ്ങനെ വാങ്ങിങ്ങാണ്ട് അയാൾക്ക് കൊടുക്കും. അസർ നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ ചിലപ്പം അയാള് തന്നെ പിന്നെയും വന്നിട്ടുണ്ടാകും. പുന്നാര നബി തങ്ങൾ പറയും, ബിലാലേ, ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക്. ഞാൻ പിന്നെയും വാങ്ങിക്കൊടുക്കും. അങ്ങനെയാണ് ഈ ദീൻ നിലനിന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഒരു മടി അതിൽ വേണ്ട. തരാത്തോൻ തരണ്ട, തരുന്നവരിന്ന് വാങ്ങിക്കൊടുക്കാം. നല്ലോണം വേണം. അതുകൊണ്ട് മുതലുണ്ടാവാൻ
ഏതെങ്കിലും ഒരു പ്രദേശത്ത് റിലീഫ് പ്രവർത്തനങ്ങളും സ്വതക്കയും വ്യാപകമായി നടക്കുന്നുണ്ടോ ആ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരും മലയാളിമാരേക്കാരം. ഞാൻ ഒരുപാട് സ്ഥലത്ത് വയലുകാരും പ്രസംഗിക്കാനൊക്കെ പോണല്ലേ, ഏതെങ്കിലും നാട്ടിൽ ചെന്നിട്ട് നല്ല നല്ല പേരുകൾ മാത്രം കാണുന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച അവിടുത്തെ പള്ളിയിൽ പിരിവുണ്ട് എന്ന് മനസ്സിലാവും. സ്വതക്ക കൊടുത്തിട്ടേ മുതലാളിയാവുള്ളൂ. ഇതൊരു സത്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അതൊരു സത്യമാണ്. അതുകൊണ്ട് സമ്പത്തിൽ ബറക്കത്തുണ്ടാവാനുള്ള ഏറ്റവും എളുപ്പ വഴിയും ഒരേ ഒരു വഴിയും സ്വതക്ക കൊടുക്കലാണ്. മക്കളിൽ ബറക്കത്തുണ്ടാണെങ്കിൽ 5 കാര്യങ്ങൾ നോക്കണം. മുതലിൽ ബറക്കത്തുണ്ടാവാൻ ഒരു കാര്യം മതി, മക്കളിൽ ബറക്കത്തുണ്ടാവാൻ 5 കാര്യം നോക്കണം. ഒന്നാമത്തെ കാര്യം, മക്കൾ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം, പൂതിച്ച് കിട്ടിയതായിരിക്കണം. കുട്ടികളെ വേണ്ടാന്ന് കരുതിയതായിരുന്നു, പിന്നെ ഇപ്പൊ പഠിച്ചോൻ തന്നല്ല, എന്താ ഇപ്പൊ കാറ്റ, ബർക്കത്തുണ്ടാവില്ല. അങ്ങനെയല്ലോ, കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം നമുക്ക് 3 കൊല്ലത്തിന് കുട്ടി വേണ്ടട്ടോ എന്നാണ്. പിന്നെ എന്തിനെ വെറുതെ ഓനീ മയത്ത് പന്തലിട്ടുങ്ങാണ്ട് ഉള്ള കായക്കൊടിയും ചെലവാക്കിയതെന്നാവോ. 3 കൊല്ലത്തിന് നവിനോ 3 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതിയായിരുന്നില്ല അത്? അല്ല, ആദ്യം എടുക്കുന്ന തീരുമാനം അതാണ്, 3 കൊല്ലത്തിന് കുട്ടികൾ വേണ്ട. ആഗ്രഹിക്കാതെ കിട്ടിയാൽ മക്കളിൽ ബറക്കത്തുണ്ടാവില്ല. ബറക്കത്തുള്ള കുട്ടികളെ കുറെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ കുട്ടി യഹ്യ നബി. കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല അർ-റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറാതി ആഖിറ ഫഹബ് ലീ മിൻ ലദുൻക വലിയ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയ. സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പൂതിച്ച് ദോർന്നു. അവസാനം ഒരു കുട്ടി കൊടുത്തു. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. സക്കരിയ, നിനക്ക് ഞാൻ ഒരു കുട്ടിനെ തരാൻ പോകുന്നുണ്ട്, പേര് യഹ്യ എന്നാണ്. ആ പേരിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും യഹ്യാണ്, അവിടുന്ന് ഇങ്ങോട്ട് വായിച്ചാലും യഹ്യാണ്. യഹ്യ എന്ന് എഴുതിയത് ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും യഹ്യക്കാരം, അവിടുന്ന് ഇങ്ങോട്ട് വായിച്ചാലും യഹ്യക്കാരം. ഒരുപാട് പ്രത്യേകതകളുള്ള പേരാണത്. ആ പേര് അള്ളാഹു അതിന് മുമ്പും ആർക്കും കൊടുത്തിട്ടില്ല, ശേഷവും അള്ളാഹു തആല ആർക്കും ഇട്ടിട്ടില്ല. യഹ്യ എന്നുള്ള പേര് നമുക്ക് ഇടാൻ കുഴപ്പമൊന്നുമില്ല, അള്ളാഹ് ഒരാൾക്ക് ഇട്ടിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. യഹ്യ എന്നത് മുൻകഴിഞ്ഞാരിലും ഉണ്ടായിട്ടില്ലാത്ത ഒരു പേരും കൊടുത്തു. മാത്രമല്ല, അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ കുട്ടി മുത്തഖിയായിരിക്കുമെന്ന് ആദ്യം തന്നെ പറയാം. യഥാർത്ഥത്തിൽ ഈ കുട്ടി ജനിച്ചിട്ടില്ല, ഗർഭിണിയുമായിട്ടില്ല. ഞങ്ങൾക്കൊരു കുട്ടിനെ തരാൻ പോണുണ്ട്, ആ കുട്ടിന്റെ പേര് യഹ്യ എന്നാണ്. ആ കുട്ടി മുത്തഖിയായിരിക്കുമെന്ന് അള്ളാഹു നേരത്തെ പറയാണ്. ജനിച്ചതിന്റെ ശേഷം അല്ല ശരിക്കും മുത്തഖിയാകണത്, മുത്തഖി ആയിട്ട് ജനിക്കുകയാണ് ചെയ്യുന്നത്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ കുട്ടി യഹ്യ നബി സക്കരിയ നബിന്റെ ഭാര്യക്ക് ഗർഭം ചുമക്കുന്നതിന് മുമ്പാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് പേരിടുന്നതും ആ കുട്ടി മുത്തഖിയാണ് എന്ന് പറയുന്നതും. അപ്പൊ ജനിച്ചതിന്റെ ശേഷം അല്ല അത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. പലപ്പോഴും നമുക്ക് ആഗ്രഹിച്ചല്ല കിട്ടുന്നത് എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. അങ്ങനെ പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോ സുലൈമാനക്ക് അങ്ങനെ ചായ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കുടിച്ചിരിക്കുമ്പോ അസീസ് മാഷ് ഇങ്ങനെ വന്നപ്പോ പറഞ്ഞു, മാഷേ സംഗതി ഇപ്പൊ പറ്റിച്ചു എന്നാണ് തോന്നുന്നത് കേട്ടോ, പെണ്ണുങ്ങൾക്ക് ഈ മാസം കൂലി ഉണ്ടായിട്ടില്ല. ആ പറ്റിച്ച കുട്ടിയാണ് ഈ കുട്ടി. ഏത്? ആ സിറാത്ത് പാലം കടക്കുമ്പോ കയ്യമ പിടിച്ചാലും മജ്ലിസിനൂർക്ക് 313 കൊടുക്കണേ ആ കുട്ടി പണ്ടൊരിക്കൽ എന്തായിരുന്നു, പറ്റിച്ചു എന്നാണ് വാപ്പ വിചാരിച്ചിരുന്നത്, കുടുങ്ങിയെന്നാണ് ഉമ്മ വിചാരിച്ചിരുന്നത്. ആഗ്രഹിച്ച് കിട്ടിയെങ്കിലേ ബറക്കത്തുണ്ടാവുള്ളൂ. ഏത് സാധനമാണെങ്കിലും, അതിനിപ്പോ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിലും ആഗ്രഹിച്ച് കിട്ടിയതാണെങ്കിൽ ബറക്കത്തുണ്ടാവും. ആഗ്രഹമില്ലാതെ കിട്ടിയതാണെങ്കിൽ ബറക്കത്തുണ്ടാവില്ല. അതിന് ബിരിയാണി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആഗ്രഹിച്ച് കിട്ടിയ ബിരിയാണിക്ക് ബറക്കത്ത് കൂടുതലുണ്ടാവും, ആഗ്രഹിക്കാതെ കിട്ടിയതിന് ബറക്കത്ത് പറയും. തന്നെ സംഗതി. ഒന്നാമത്തെ കാര്യം ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. രണ്ടാമത്തെ കാര്യം ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം എന്ന് പറഞ്ഞാല് ഈ പറയണത് വെറും മക്കൾക്ക് മാത്രം ബാധകല്ല, എല്ലാറ്റിനും ബാധകമാണ്.
ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. ഫിറഔന്റെ പേരിട്ടാൽ ഫിറൗന്റെ മാതിരി ആവുള്ളൂ. നമ്രൂദിന്റെ പേരിട്ടാൽ നമ്രൂദിന്റെ മാതിരി ആവുള്ളൂ. അബൂബക്കർ സിദ്ദീഖിന്റെ പേരിട്ടാൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും. ജനറൽ സെക്രട്ടറി ആയില്ല എന്ന് കൂട്ടിക്കോളി നിങ്ങള്. അബൂബക്കറിന് പേരിട്ട ആൾക്കാരൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണി. ഒരു കമ്മിറ്റിയിലുണ്ടാവും, ഒരു നേതൃസ്ഥാനത്തുണ്ടാവും. അബൂബക്കർ സിദ്ദീഖിന്റെ പേരാണ് എന്ന് കരുതിയിട്ടതാണെങ്കിൽ കേട്ടോ, വല്ലിപ്പാന്റെ പേരാണെന്ന് കരുതിയിട്ട് ഇട്ടേച്ചാൽ വല്ലിപ്പാന്റെ കൂടെ ഉണ്ടാവുള്ളൂ. മൊയ്യദ്ദീൻ ഷേഖിന്റെ പേരാണെന്ന് കരുതിയിട്ട് മൊയ്യദ്ദീൻ ഇട്ടാലേ ഗുണം ഉണ്ടാവുള്ളൂ. ഈ പേര് എന്ന് പറയുന്നതിന്റെ അർത്ഥം മാത്രമല്ല പ്രശ്നം, അതിന്റെ ഉദ്ദേശം വളരെ പ്രധാനമാണ്. എന്ത് ഉദ്ദേശിച്ചിട്ടതാണ്, അങ്ങനെയാണ്. എന്താ ഉദ്ദേശത്തിനാണ് ഇട്ടത് എന്ന് നമ്മൾ സാധാരണ ഉദ്ദേശമൊന്നും നോക്കണില്ല. ഇമ്മാന്റെ പേരിന്ന് 2 അക്ഷരം, വാപ്പാന്റെ പേരിന്ന് 2 അക്ഷരം കൂട്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് പള്ളിക്കത്തെ ഉസ്താദിനോട് പോയിട്ട് ചോദിച്ചു, ഉസ്താദെ ഹം ഹിം ഹും എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? മൂപ്പരുണ്ടാക്കിയൊരു സാധനമാണ് ഹം ഹിം ഹും. ഉസ്താദ് എങ്ങാനും അത് അറിയില്ല എന്ന് പറഞ്ഞാല് അറബി അറിയില്ല ഉസ്താദിന് എന്നായി. ഹ എന്നുള്ളത് അറബിയല്ലേ, ഹി എന്നുള്ളത് അറബിയല്ലേ, ഹു എന്നുള്ളത് അറബിയല്ലേ, പിന്നെ ഹം ഹിമും എന്നുള്ളതിന് എന്തേ അർത്ഥമില്ല ചെയ്യുന്ന മൂപ്പര വിചാരം. നമ്മളിങ്ങനെ ആലോചിച്ച് കണ്ടൊരു വാക്കുണ്ടാക്കിയാൽ ഇപ്പം അതിനൊക്കെ ഡിക്ഷണറിയിൽ അർത്ഥം വേണമെന്ന് പറഞ്ഞാൽ അത് എല്ലാ ഭാഷക്കും അങ്ങനെ തന്നെയാണ്. അറബിക്ക് മാത്രമല്ല, മലയാളത്തിലും പല വാക്കിനും ഉണ്ടാവില്ല. ഇപ്പൊ പോത്താമ്പി എന്നുള്ളതിന്റെ അർത്ഥം എന്തായിക്കാരം? പോത്താമ്പി ഏത് ഡിക്ഷണറിയിലാണ് ഇപ്പൊ ഉണ്ടാകുക? എന്നാ പോ എന്നുള്ളത് മലയാളമല്ലേ, ആണ്. താ എന്നുള്ളത് മലയാളമല്ലേ, എം ബി മലയാളമല്ലേ, എന്നാ പോത്താമ്പി എന്താ? അങ്ങനെ സാധനം ഉണ്ടാവില്ല ശരിക്ക്. എന്നമാതിരി അറബിയിലും നമ്മൾ 2 വാക്ക് കൂട്ടിങ്ങാണ്ട് ഒരക്ഷരം കൂട്ടിങ്ങാണ്ട് ഒരു പേരുണ്ടാക്കിയിട്ട് അതിന്റെ അർത്ഥം പോയി ചോദിച്ചാൽ കിട്ടുമൊന്നുമില്ല. ഞാൻ അർത്ഥം നോക്കണം, നോക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അർത്ഥത്തെക്കാൾ പ്രധാനമാണ് അതിന്റെ ഉദ്ദേശം. എന്ത് ഉദ്ദേശത്തിനാണ് പേരിടുന്നത്? ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആക്കാനാണെങ്കിൽ മൂപ്പരെ പേരിടണം. ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ ആക്കാനാണെങ്കിൽ മൂപ്പരെ പേരിടണം. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആക്കാനാണെങ്കിൽ ആ പേരിടണം. ഏത് പേരിടണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്ത് പേര്, അർത്ഥം എന്താന്നുള്ളതിനേക്കാൾ ആരെ പേരായി ഇത്. ഇബ്രാഹിം നബിന്റെ പേരിട്ടാൽ ക്ഷമ കൂടുതലുണ്ടാവും അലൈഹിസ്സലാം. ഇബ്രാഹിം നബിന്റെ പേരിട്ടാൽ ക്ഷമ കൂടുതലുണ്ടാവും അലൈഹിസ്സലാം. ഉമർ ഖത്താബിന്റെ പേരിട്ടാൽ ധൈര്യം കൂടുതലുണ്ടാവും റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിട്ടാൽ നേതൃസ്ഥാനം, നേതൃഗുണുണ്ടാവും. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിട്ടാൽ ഇൽമും ഹിക്മത്തും കൂടുതലുണ്ടാവും. പേരിനനുസരിച്ചാണ് കാര്യങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിലും നേതാവാണ്, ഇസ്ലാമിയത്തിലും നേതാവാണ്. ജാഹിലിയത്തിൽ മഹാനവറുകൾ എന്തായിരുന്നോ അതേ സ്ഥാനത്ത് തന്നെയാണ് ഇസ്ലാമിയത്തിലും മഹാനവറുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിന് പേരിടുകയാണെങ്കിലും ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. ജ്വല്ലറിക്ക് പേരിടുകയാണെങ്കിലും ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. പൈസ ഉണ്ടാവാനാണെങ്കിൽ അതിനനുസരിച്ച് പേരിടണം. ബർക്കത്ത് ഉണ്ടാവാനാണെങ്കിൽ അതിനനുസരിച്ച് പേരിടണം. എന്തുദ്ദേശത്തിലാണ് അതിനനുസരിച്ചുള്ള പേര്. അതിന് ആട്ടുംകുട്ടിക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. അപ്പൊ ഒന്നാമത്തെ കാര്യം ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കുക. രണ്ടാമത്തെ കാര്യം ഉദ്ദേശത്തിനനുസരിച്ച് പേരിടുക. മൂന്നാമത്തെ കാര്യം ഹലാലും തൊയ്യിബുമായ മുതല് തിന്നാൻ കൊടുക്കുക. അവനാൻ തിന്നണതും മക്കൾക്കും ഭാര്യക്കും തിന്നാൻ കൊടുക്കുന്നതും ഹലാലായാൽ പോരാ, തൊയ്യിബാവണം. ഹലാലും തൊയ്യിബും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഹലാല് എന്ന് പറഞ്ഞാല് വാങ്ങുന്നവന്റെ അടുക്കൽ ന്യായമുണ്ടായാൽ ഹലാലാകും. തൊയ്യിബാകണമെങ്കിൽ കൊടുക്കുന്നവന്റെ ഇഷ്ടമുണ്ടായാലേ തൊയ്യിബാവുള്ളൂ. അപ്പൊ ഞാന് ഈ മൊബൈല് വിൽക്കുകയാണ്. ഇത് 2000 റുപ്യക്ക് ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു. സംഗതി ഇത് ഒരു 10-12,000 റുപ്യ വില ഉണ്ടാവും എന്ന് പറയാൻ കാരണം എനിക്ക് വെറുതെ കിട്ടിയതാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഒരു 12,000 റുപ്യ വില ഉണ്ടാവും ഇക്കാര്യത്തിന്. അപ്പൊ ഞാൻ അത് വിൽക്കാൻ തീരുമാനിച്ചു ഒരു 2000. നിങ്ങൾക്കറിയാലോ മൂല്യന്മാരൊന്നും കൈയെടുത്ത് വാങ്ങലില്ല, ഒക്കെ കിട്ടല. ഞാൻ അവരോട് പറഞ്ഞു, നാള് കഴിഞ്ഞ ചെറിയനാക്ക് പുതിയ
2 കൂട്ട് തുണിയും കുപ്പായുള്ളവരൊക്കെ നീച്ചിക്കയറി ഞാൻ കുട്ടികളോട്. അപ്പോൾ പറഞ്ഞു 2 ഇല്ല 1 ഉണ്ട് പറഞ്ഞു. എനിക്ക് 2 ഉണ്ട്. കഴിഞ്ഞ ചെറിയനാക്ക് 2 പൈസ കൊടുത്ത് വാങ്ങിയല്ല, 2 ആൾക്കാർ തന്നതാണ്. തിരിഞ്ഞച്ചപ്പോൾ ഞാൻ എന്താ കാട്ടണോ, അവ എന്നമാതിരി ഈ സാധനം കിട്ടുന്നത്. അപ്പം എൻ്റെ മേത്ത് ഇങ്ങനെ മൊത്തത്തിൽ പരിശോധിച്ചാലേ ഞാൻ അപ്പം കായ് കൊടുത്ത് വാങ്ങിയത് ഏതാന്ന് നോക്കിയാൽ ചെരുപ്പുണ്ട്. അതും കായ് ആരെങ്കിലും തരുന്നത് തന്നെയാണ്. അല്ല, അങ്ങനെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പം എന്താ പറയാൻ കാരണം വെച്ചാൽ ഞാൻ അത് വിൽക്കാൻ തീരുമാനിച്ചു. 2000 റുപ്യാണ് വില. ഞാൻ 2000 റുപ്യക്ക് വിൽക്കാൻ തീരുമാനിച്ചു. വേണ്ടവർ വാങ്ങിയാൽ മതിയല്ലോ. ഒരാൾക്ക് ഇതന്നെ കിട്ടണമെന്ന് ആഗ്രഹം. അപ്പം അയാൾ 2000 റുപ്യ എന്നിട്ട് ഇത് വാങ്ങിക്കൊണ്ടുപോയി. 2000 റുപ്യക്ക് ഇത് നഷ്ടമൊന്നുമില്ല, ഹലാലാണ്. എനിക്ക് 2000 റുപ്യ കിട്ടി. തൊയ്യബാകണമെങ്കിലേ അയാളിത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ നോക്കി വാട്സപ്പൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അൽഹംദുലില്ലാ ഇത് തിരക്കടില്ലല്ലോ എന്ന് പറഞ്ഞാൽ തൊയ്യബായി. അല്ല, മൂപ്പർ അതിങ്ങനെ തോണ്ടി നോക്കിയിട്ടേ ഇതേ എന്നാണെങ്കിൽ തൊയ്യബാവൂല, ഹലാലാവും. ഹലാല് തൊയ്യബാവൂല. അപ്പം ഞാൻ അങ്ങനെ പറയുമ്പോൾ ചോദിച്ചും ഏതൊക്കെയാണ് ഹലാല് ഏതൊക്കെ തൊയ്യബ, അതിൻ്റെ ഒരു ലീസ്റ്റ് തരുമോന്ന്. അതിന് ലീസ്റ്റൊന്നുമില്ല, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്താന്ന് സ്ഥലക്കച്ചവടാണെന്ന് വിചാരിച്ചോളി, വേഗം മനസ്സിലാവും. സ്ഥലക്കച്ചവടാണ്. ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി, സെന്റിന് 1 ലക്ഷം റുപ്യ, 10 ലക്ഷം റുപ്യക്ക് വാങ്ങി. എവിടെ ഉസ്താദെ അങ്ങനെ 1 ലക്ഷം റുപ്യക്ക് സെന്റ് കിട്ടാന്നൊന്നും ചോദിക്കരുതേ. ലവും കിട്ടാൻ സ്ഥലം ഉണ്ടാവില്ല. വിചാരിച്ചോളി 10 സെന്റ് സ്ഥലം വാങ്ങി, സെന്റിന് 1 ലക്ഷം റുപ്യ. അങ്ങനെ വാങ്ങിയിട്ട് എൻ്റെ മുതലാണ്, ഞാനാണ് വാങ്ങിയ ആള്. എനിക്കിഷ്ടമുള്ളതിന് വിൽക്കാം. സെന്റിന് 1.5 ആയിട്ട് വിൽക്കുക, 2 ആയിട്ട് വിൽക്കുക, 2.5 ആയിട്ട് വിൽക്കുക, അവനാൻ്റെ ഇഷ്ടമാണ്. വേണ്ടവർ വാങ്ങിയാൽ മതിയല്ലോ. പെര കയറ്റാനൊരു സ്ഥലം അത്യാവശ്യമാണ്, പള്ളിൻ്റെ അടുത്താണ്, മദ്രസ അതിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഒരാൾ വാങ്ങാൻ തീരുമാനിച്ചു, അയാൾക്ക് അതന്നെ വേണം. അയാൾ വന്നിട്ട് എന്താ വേണ്ട ചോദിച്ചു, 2 ലക്ഷം എന്ന് പറഞ്ഞു. അത് പറ്റൂല പറഞ്ഞു. അങ്ങനെ ചുരുക്കി ഏതായാലും 1.90 കൊടുത്തു. അയാൾക്ക് നഷ്ടമൊന്നും പറയാനില്ല. നമുക്കൊരു സെന്റിമ 90,000 റുപ്യ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, ഹലാലാണ്. തൊയ്യബാവണമെങ്കിലേ കുറച്ച് പണി ഉണ്ടാവും. 10 സെന്റ് സ്ഥലം വാങ്ങി, സെന്റിന് 1 ലക്ഷം റുപ്യ, 10 ലക്ഷം റുപ്യ. അങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കി അതിന്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടെല്ലൊക്കെ ഇറക്കിയിട്ട് കെട്ടി നേരാക്കി. അതിന് നല്ലൊരു നാടൻ കിണറൊക്കെ കുത്തിയിട്ട് മണ്ണൊക്കെ ഇങ്ങോട്ട് നിരത്തിയാണ്ട് ചോപ്പിച്ചു. കുറച്ച് വാഴയൊക്കെ വെച്ച്, കുറച്ച് മുരിങ്ങാക്കാലൊക്കെ കുഴിച്ചിട്ട്, കുറച്ച് ചീമക്കൊന്നയും കുഴിച്ചിട്ട് ഉഷാറാക്കി. പട്ടയുണ്ടായിരുന്നില്ല, അത് വാങ്ങി നീതി അടച്ചു, പേപ്പറൊക്കെ ക്ലിയർ ആക്കി, അവനാൻ്റെ പേരിൽ രജിസ്റ്ററാക്കി. കുഞ്ഞാമത് വന്നു, നിങ്ങളെ പള്ളിയുടെ മുമ്പിലുള്ള 10 സെന്റ് കൊടുക്കണോന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ എന്നോടുള്ളത് പറയാം, ഞാനത് 1 ലക്ഷത്തിന് വാങ്ങിയതാ. ഇന്ന് ആ കാണുന്ന അവസ്ഥയ്ക്ക് ഞാൻ മാറ്റിയതാ. പട്ടയുണ്ടായിരുന്നില്ല, ഞാൻ വാങ്ങി നീതി അടച്ചിട്ടുണ്ട്, അതിലൊക്കെ ഞാൻ കിട്ടിയതാണ്. ഇപ്പൊ ആ കാണുന്ന കോലത്തിൽ ഞാൻ മാറ്റിയതാ. എനിക്ക് സെന്റും ഒരു 50 റുപ്യ കിട്ടണം, ഒരു 15 ലക്ഷം റുപ്യക്ക് എനിക്ക് ഞാൻ തരാന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് പോയിട്ട് അമ്മോങ്കാക്കാട് ചോദിച്ചു. പിന്നെ നമ്മൾ ആ പള്ളിയുടെ മുമ്പിലുള്ള മയമുട്ടിയുടെ 10 സെന്റ് കൊടുക്കാൻ തരാം, ഞാനത് പെരാറ്റാൻ വാങ്ങിയാലോ? അമ്മ പറഞ്ഞു വാങ്ങിക്കട, നല്ല സ്ഥലമാണ്. 2 കച്ചവടക്കാരോടും ചോദിച്ചു, ഓലും പറഞ്ഞു 15 അത് കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉഷാറാണ്. അങ്ങോട്ട് തന്നെയാണ് വന്നുങ്ങാണ്ട് 1 ലക്ഷം റുപ്യ അഡ്വാൻസ് എന്നിട്ട് പറഞ്ഞു ബാക്കി 2 മാസം കൊണ്ട് തരാം. ഒരു 5 ലക്ഷം റുപ്യ കിട്ടി. അത് തൊയ്യബാണ്. വാങ്ങുന്നവന്റെ ഇഷ്ടം ഇതിൽ വളരെ പ്രധാനമാണ്. തൊയ്യബാകാൻ കൊടുക്കണവന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം തിന്നൽ ഹലാലാണ്, തൊയ്യബാവൂല. മരിച്ചലാണ് ഇലറല്ലേ. ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം തിന്നൽ ഹലാലാകും. ഒരാളുടെ ജീവൻ പോകാൻ പോവുകയാണ്, വഴിയിൽ ഇങ്ങനെ ഒരു പന്നി നടക്കുന്നുണ്ട്, ആ പന്നിന്റെ ഇറച്ചി ഇന്നൊരു ഹലാലാവും. എന്നാൽ അത് തൊയ്യബാവൂല. നിങ്ങൾ കല്യാണം പറയാൻ മറന്നാലും ഞാൻ പിന്നെ വരാൻ മറക്കണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പൊ ഇക്കോളി ചോറ് വയ്ക്കാൻ പറ്റൂല, തൊയ്യബാവൂല, ഹലാലേ ആവുള്ളൂ. തൊയ്യബാവാതിരിക്കാൻ കാരണം അഭിമാനം പോയി എന്നുള്ളതാണ്. അഭിമാനം പോയാൽ തൊയ്യബാവൂല, അഭിമാനം നഷ്ടപ്പെട്ടാൽ തൊയ്യബാവൂല. കല്യാണത്തിന് 2 പന്തലുണ്ട്, ഒന്ന് VIP-കൾക്കുള്ള പന്തലാണ്, ഒന്ന് AIP-കൾക്കുള്ള പന്തലാണ്. AIP പന്തലിക്ക് നമ്മളാക്കി 2 വളമ്പണ ചോറ് ഒന്ന് തന്നെ ആയിക്കോട്ടെ, എന്നാലും 2ാം നമ്പർ ആയില്ലേ, തൊയ്യബാവൂല. തിന്നാതെ പോന്നോളണം തന്നെ സംഗതി. ഹലാലേ തിന്നാവൂ, തൊയ്യബേ തിന്നാവൂ, ഹലാല് തിന്നാനുള്ളതല്ല. ഒരുപാട് വരുമാനം ഉണ്ടാവും നമുക്ക്, ഹലാൽ ഒരുപാടുണ്ടാവും.
തൊയ്യിബല്ലാവൂല. വാടകക്ക് കോട്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളി നിങ്ങള്. കുറെ കോട്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ആൾക്കാരുണ്ട്. കൊല്ലം കഴിഞ്ഞ് വാടക കൂട്ടാൻ ചെന്നപ്പോ ആരും സമ്മതിക്കണില്ല. എന്നാൽ ഗവൺമെന്റ് റൂള് പ്രകാരം തന്നെ കൊല്ലത്തിൽ 5% കൂട്ടാം, അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൂടുമ്പോ 10% കൂട്ടാം, അവകാശമാണ്. കൂട്ടിയ ഓല എന്തായാലും തന്നോളണം. പക്ഷെ ഓലത് തൃപ്തി ഇല്ലാതെയാണ് തരുന്നതെങ്കിൽ വാങ്ങാം, ഹലാലാണ്. തിന്നരുത്, വേറെന്തേലും കാട്ടിക്കോളി. തിന്നണത് ഹലാലായിരിക്കണം. അവനാൻ തിന്നണതും അവനാന്റെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും തിന്നാൻ കൊടുക്കുന്നതും തൊയ്യിബാണോ, ബറക്കത്തുണ്ടാവും. അതുകൊണ്ട് സ്വന്തമായി കഴിക്കുന്നതും ഭാര്യ സന്താനങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതും ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. വളരെ പ്രധാനമാണ്. 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്. സുബഹിക്ക് പള്ളിയിൽ വരുന്നുണ്ട്. പള്ളിയിൽ സുബഹിക്ക് വന്നിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 2 പേജ് ഖുർആൻ ഓതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറന്നുവെച്ചിട്ട് ചൈനന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിറ്റാല് തൊയ്യിബാകൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇഞ്ഞും മനസ്സിലായില്ലെങ്കിൽ ഇങ്ങക്കൊട്ട് മനസ്സിലാകൂല. ഇതാണിപ്പോ ഞാൻ പറഞ്ഞ സാധനം. എല്ലാ ഹലാലുകളും തൊയ്യിബാവൂല. തൊയ്യിബേ തിന്നാവൂ, തൊയ്യിബേ തിന്നാൻ കൊടുക്കാവൂ, അല്ലാതെ പറ്റൂല. അതുകൊണ്ട് മക്കളിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. തേങ്ങ കച്ചവടാണ്. നല്ല മുട്ടിയാലേക്ക് കുലുങ്ങണ സൈസ് നോക്കിയിട്ട് 100 എണ്ണിട്ടു. പിന്നെ ഒരു 10 എണ്ണം പേടൊഴിച്ച, ഇതിൽ കേടുള്ളത് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ, അതിന് 10 എണ്ണം. ഓന് 10 മക്കളെ അല്ലാഹു തആല കൊടുക്കണേൽ 1 പേടൊഴിച്ചു. അതിന്റെ സംഗതി ഏത് പേടാ ചോദിക്കണം. ഇതിലെന്താ 10 എണ്ണം കേടുണ്ട് എന്ന് ഓനെന്താ ഉറപ്പ്? ഈ 100 എണ്ണം എണ്ണിട്ടേല് 10 എണ്ണം കേടാന്ന് എവിടുത്തെ നിയമമാണ്? ഇങ്ങനെ ആലോചിച്ചോളി. നിങ്ങൾ എല്ലാ കാര്യവും ആലോചിച്ചോളി. സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത പാലിക്കണം. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതല് തൊയ്യിബാവൂല. യത്തീമിന്റെ മുതല് അന്യാധീനപ്പെടുത്തിയത് തൊയ്യിബാവൂല. വഖഫ് മുതല് കൈവശം വെച്ചിരിക്കുന്നത് തൊയ്യിബാവൂല. അതൊന്നും തിന്നിട്ട് കുട്ടികൾ നേരാകുന്നു പ്രതീക്ഷിക്കണ്ട. ഓര് പറഞ്ഞാ കേൾക്കണില്ല. അത്രേ കുട്ടികളെ പറഞ്ഞത് അനുസരിക്കണേ ഇല്ല. വല്യപ്പ അനന്തരം കൊടുത്തിട്ടില്ലേ, മുതലിവിടെ ബാക്കി കിടക്കാണ്. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതല് തൊയ്യിബാവൂല. അത് കൊടുത്താളി. യത്തീമിന്റെ മുതല് പിടിച്ചതാണ് തൊയ്യിബാവൂല. വഖഫ് മുതല് അന്യാധീനപ്പെടുത്തിയതാണ് തൊയ്യിബാവൂല. തൊയ്യിബാവണമെങ്കിൽ ഒരുപാട് സൂക്ഷ്മത പാലിക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മക്കളിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഒന്നാമത്തേത് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. രണ്ടാമത്തേത് ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. മൂന്നാമത്തേത് തിന്നാൻ കൊടുക്കുന്നത് ഹലാലും തൊയ്യിബുമായിരിക്കണം. നാലാമത്തെ കാര്യം, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നന്നായി ദുആ ചെയ്യണം. ഉമ്മാന്റെയും വാപ്പാന്റെയും ദുആ മക്കൾക്ക് വളരെ പ്രധാനമാണ്. ദ്വാരക്കാൻ എന്തേലും കൊടുക്ക, നമുക്ക് ഒഴിവില്ല. അതാണ് ഇപ്പൊ സംഗതി. ദ്വാരക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഞാൻ തരട്ടോ, നല്ലോണം ദ്വാരക്ക് എനിക്ക് ഒഴിവില്ല. വാപ്പാക്കും ഉമ്മാക്കും ദ്വാരക്ക ഒഴിവില്ലേയും കുട്ടികൾ നേരാവില്ല. വാപ്പിയും ഉമ്മയും മനസ്സറിഞ്ഞ് തോരുന്ന കുട്ടികളൊക്കെ നേരായിട്ടുണ്ട്. ഒരു ഉമ്മ കുട്ടിക്ക് വേണ്ടി തോരുന്നു. പണ്ടൊരിക്കൽ മക്കത്തുനിന്ന് ഒരു ഉമ്മ കുട്ടിക്ക് തോരുന്നു. ഹാജറ ബീവി എന്നാണ് ആ ഉമ്മാന്റെ പേര്. ഇസ്മായിൽ എന്നാണ് കുട്ടിയുടെ പേര്. പടച്ചോനെ, എന്റെ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം തരോ റബ്ബേ എന്ന് കന്നാസിലാക്കി കൊണ്ടുവരുന്നില്ലേ ഉംറക്ക് പോയിട്ട്? ആ വെള്ളേ ഒരു ഉമ്മ തോരുന്നതായിരുന്നു കുട്ടിക്ക്. അതാണ് ഉമ്മാന്റെ ദുആ എന്ന് പറഞ്ഞത്. ആ തുള്ളി വെള്ളത്തിന്റെ പ്രത്യേകത എത്ര നിങ്ങള്? വാപ്പാന്റെ ദണ്ണം ഇവിടെ മാറാന് സൗദിയത്തെ മോനെ അവിടുന്ന് വെള്ളം കുടിച്ചാൽ മതി. സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റുന്നതാണെന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ആ വെള്ളത്തിന്റെ പിന്നിൽ ഒരു ഉമ്മാന്റെ മനസ്സറിഞ്ഞ ദുആ ആണുള്ളത്. ആ അമ്മാന്റെ കുട്ടിക്ക് തോരുന്നതാ.
ഒരു തുള്ളി വെള്ളം. സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണ് കാണാത്തയാളായിരുന്നു. ബുഖാരി ഇമാം ജനിച്ചപ്പോ കണ്ണ് കാണാത്ത ആളാ. ഉമ്മ തോരുന്നതാ. 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു 4000 ഉസ്താദുമാരെ. ഞമ്മക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരുണ്ട്. എൻ്റെ ഉസ്താദ് എന്ന് പറയാൻ പറ്റിയത് ആകെ ഒരു 1-ാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാക്കെ ഉള്ളത്. മൂപ്പര് നമ്മൾ മറക്കുകയും ചെയ്തു. അങ്ങനെയാണ്. 1-ാം ക്ലാസ്സിലൊരു ഇബ്രാഹിം അല്ലാക്കെയാണ് ആകെ ഉള്ളത്. മൂപ്പര് എവിടുത്തേരനാന്ന് പോലും ഓർമ്മയില്ല. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ അതും അറിയില്ല. ഇതൊക്കെയാണ് നമ്മളെ ഉസ്താദ്മാരെ കഥ. 4000 ഉസ്താദ്മാരുണ്ടായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് ഓലൊക്കെ വലുതായത്? എന്തേ ഓല് വലുതായി? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദിന്റെ വീടിന് നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. അബൂ ഹനീഫ ഇമാമ് ഉസ്താദിന്റെ വീടിന്റെ നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ വീട് കഴിഞ്ഞിട്ട് 7 വീടുകൾക്കപ്പുറത്തായിരുന്നു ഉസ്താദിന്റെ വീടുണ്ടായിരുന്നത്. എന്നാലും മൂപ്പരെ പെരയിൽ ഇരുന്നിട്ട് ഉസ്താദിന്റെ പെരന്റെ നേരക്ക് കാല് നീട്ടൂല. എന്തുകൊണ്ട് വലുതായി? എന്തേ ഓലൊക്കെ വലുതായത്? നമ്മൾ ആലോചിക്കേണ്ട കേസാണുള്ളത്. ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവാൻ 3 കാര്യം സൂക്ഷിക്കണം. ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവാൻ 3 കാര്യങ്ങൾ സൂക്ഷിക്കണം. അതിലൊന്ന് ഗുരുവിനെ നിസ്സാരമാക്കാതിരിക്കലാണ്. ഖാലൻ നബി മൻ ഖഫബൽ ഉസ്താദ സലാസു ബൽവാ ഖദ് ബലത്തിൽ മീദാ അവ്വലുഹാ നിസ്യാനു മാ തഅല്ലമ മിൻഹു വഫൗതുർ റിസ്ഖി സൂഉൽ ഖാതിമാ. ഖാലൻ നബിയു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഖഫബൽ ഉസ്താദ, ഒരാൾ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ. മദ്രസയിൽ ഉസ്താദ് മാത്രല്ല കേട്ടോ, ഏത് ഗുരുനാഥനും ഡ്രൈവിംഗ് പഠിപ്പിച്ചെന്ന ആളാണെങ്കിലും ശരി, മൈക്ക നേരാക്കാൻ പഠിപ്പിച്ചെന്ന ആളാണെങ്കിലും ശരി, പെയിന്റിങ് പഠിപ്പിച്ചെന്ന ആളാണെങ്കിലും ശരി, ഒരാൾ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ സലാസു ബൽവ, 3 പരീക്ഷണങ്ങൾ ഖദ് ബലത്തിൽ മീദ, വിദ്യാർത്ഥി നേരിടേണ്ടി വരും. ഗുരുവിനെ നിസ്സാരമാക്കിയാൽ 3 പരീക്ഷണം ഉണ്ടാവും. അവ്വലുഹ, ഒന്നാമത്തേത് നിസ്യാനുമാ തഅല്ലമ മിൻഹു, അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകും. ആരെന്നാണോ പഠിച്ചാൽ അത് മറക്കും. ഇൽമ് മറക്കുക എന്ന് പറഞ്ഞാല് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കുക എന്നല്ല. ഇൽമ് മറക്കുക എന്ന് പറഞ്ഞാല് ആവശ്യ നേരത്ത് ഉപകാരമില്ലാതെ പോകുന്നതിനാണ് ഇൽമിന്റെ മറവി എന്ന് പറയുന്നത്. ആവശ്യത്തിന് ഉപകാരമല്ല. മുഅ്മിനീങ്ങളെ, നമ്മള് പള്ളിക്കന്നപ്പോ ദൂരസ്കരിക്കുമ്പോ ബാങ്കു ഇക്കാമത്തൊക്കെ കൊടുത്തിട്ടാണല്ലോ ദൂരസ്കരിക്കുക. നമ്മൾ പെരേന്ന് ദൂരസ്കരിക്കുമ്പോ ബാങ്കു ഇക്കാമത്തും കൊടുക്കലുണ്ടോ? ഉണ്ട് എന്ന് പറയാൻ ഇക്കാര്യം നിങ്ങൾക്ക് പൂതി, അങ്ങനെയാണ് പൂതി ഉണ്ടാവേണ്ടതും. പക്ഷെ ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും ഉണ്ടാവില്ല. എന്താ കാരണം? ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് എന്ന് നമ്മൾ അറിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ കാരണം. നിങ്ങൾ നല്ല ശ്രദ്ധിച്ചാലേ ഞാൻ ഈ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കേട്ടോ. പള്ളിയിൽ നിന്ന് നമ്മൾ ബാങ്കും ഇക്കാമത്തും കൊടുത്തിട്ടാണ് നിസ്കരിക്കുക. വീട്ടിൽ നിന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ വേഗം ഒതുണ്ടാക്കി ചെന്ന് കണ്ട് അള്ളാഹ് നേരം ബഗ്ഗി അല്ലാഹു അക്ബർ, അങ്ങനെയാണ്. ബാങ്കും ഇക്കാമത്തും ഇല്ല. എന്താ കാരണം? ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്താണെന്ന് നമുക്കറിയാം എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് എന്ന അറിവ് നാഫിയായ ഇൽമാണോ ളാറായ ഇൽമാണോ? അത് ഉപദ്രവമുള്ള ഇൽമാണ്. അതുകൊണ്ടാണ് കൊടുക്കാറുന്നത്. പൊന്നാനി മൗനത്തുൽ ഇസ്ലാമിൽ ചെന്നിട്ട് പുതുവിശ്വാസികളെ നോക്കി ഒരു ബാങ്കും ഇക്കാമത്തും ഇല്ല നിസ്കരിച്ചില്ല. എന്തേ? സുന്നത്താന്ന് അവർക്ക് അറിയില്ല, അതാ കാരണം. കോഴിക്കോട് തർബിയത്തുൽ ഇസ്ലാം സഭയിൽ ചെന്നിട്ട് പൊതുവിശ്വാസികളെ നോക്കിയാൽ മതി, അവർ എപ്പോ ഫർദ് നിസ്കരിക്കുമ്പോഴും ബാങ്ക് ഇക്കാമത്തും കൊടുത്തിട്ട് നിസ്കരിക്കുള്ളൂ. എന്താ കാരണം? ഓർക്കത് സുന്നത്താന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മക്ക് സുന്നത്താന്ന് മനസ്സിലായത് നാഫിയായ ഇൽമാന്ന നമ്മളെ വിചാരം. സംഗതി അത് നാഫിയായ ഇൽമല്ല, അത് ളാറായ ഇൽമ. എന്തുകൊണ്ട്? ജീവിതത്തിൽ ഉപകാരമില്ലാതെ പോയി. ഗുരുവിനെ നിസ്സാരമാക്കിയാൽ ഇൽമ മറക്കും, അയാളിൽ നിന്ന് പഠിച്ചത് മറക്കും. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഫൗത്തുർ റിസ്ഖി,
ഒജീനം തടയപ്പെടും. ഗുരുവിനെ നിസ്സാരമാക്കിയവന് ഭക്ഷണം തടയപ്പെടും. ഗുരുവിനെ നിസ്സാരമാക്കിയാൽ ഭക്ഷണം തടയപ്പെടും. സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലും നേരാവൂല, ജ്വല്ലറി തുടങ്ങിയാലും നേരാവൂല, കണ്ണടപ്പീട് തുടങ്ങിയാലും നേരാവൂല, മൊബൈൽ ഷോപ്പ് തുടങ്ങിയാലും കടത്തോട് കടം, കടത്തിന്റെ മേലെ പിന്നെയും കടം, ഒന്നും നേരാവൂല. ജീവിക്കാൻ വഴിയില്ലാതെയാകുക, കടം കൂടിക്കൂടി വരിക. അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ആലോചിക്കണം, ഏത് ടീച്ചറാണ് മഷി കുടഞ്ഞത്. ഗുരുവിനെ നിസ്സാരമാക്കിയവൻ അങ്ങനെ സംഭവിക്കുള്ളൂ. ഒജീനം തടയപ്പെടുന്നത്, ഭക്ഷണം തടയപ്പെടുന്നത് ഗുരുവിനെ നിസ്സാരമാക്കിയവനുള്ളതാണ്. ഞാൻ പറഞ്ഞതല്ല, ഹബീബുന റസൂൽ ഉണ്ടാകും. മൂന്നാമത്തേത് സൂഉൽ ഖാത്തിമ, ഗുരുവിനെ നിസ്സാരമാക്കിയവൻ അന്ത്യം ചീത്തയായി മരിക്കുന്നതാണ്. ഗുരുവിനെ നിസ്സാരമാക്കിയ ആൾ അന്ത്യം ചീത്തയായി മരിക്കും. അവസാനം നന്നാകുക, അവസാനം കേടുവരിക. അതെങ്ങനെ മനസ്സിലാകുക? അത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാരെ എങ്ങനെ പറയണത് നോക്കിയിട്ടാണ്. ചിലയിടത്ത് നമ്മൾ മരിച്ചോടത്ത് പോയി വരുമ്പോ പറയും, അല്ല മോത്തുക്കട് നോക്കിയാലേ മരിച്ചു എന്ന് തോന്നൂല, ചിരിച്ചിങ്ങനെ കിടക്കാന്നേ തോന്നുള്ളൂ എന്ന് പറയും. ചില സ്ഥലത്ത് നമ്മൾ മരിച്ചോടത്ത് പോയി എന്നാ പറയും, ഇനിയിപ്പോ ഒന്നും പറയണ്ട, മരിച്ചു പോയില്ലേ എന്ന് പറയും. ഇതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ മരണം വർണ്ണിക്കാൻ കഴിയും. ഒരാളുടെ മൗത്ത്, ഒരാളുടെ മരണരംഗം ആളുകളോട് പറയാൻ പറ്റുന്ന രൂപത്തിലാകുക, അതിനാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്നത്. അത് ഗുരുവിനെ അംഗീകരിക്കുന്നവനുള്ളതാണ്. ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ മൗത്ത് കേട്ടിട്ടുണ്ട്. ശംസുൽ ഉലമയുടെ വഫാത്ത്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. സുബഹി നിസ്കാരത്തിന്റെ വേണ്ടിയുള്ള ബാങ്ക് പള്ളിയിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് അവസാനിക്കുമ്പോ അതിന്റെ ജവാബായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ഒപ്പം തസ്ബീഹ് മാല കയ്യിൽ നിന്ന് താഴേക്ക് വീഴുകയും മഹാനായ ശംസുൽ ഉലമ വഫാത്താവുകയും ചെയ്തു. എന്തൊരു രസമുണ്ട് അത് പറയാൻ. ജീവിതകാലം മുഴുവനും ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ദിക്ർ ഹൽക്ക കൊണ്ട് നടന്ന കോയക്കുട്ടി ഉസ്താദ്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. വഫാത്തിന്റെ മുമ്പ് പേരക്കുട്ടികളെയും മക്കളെയൊക്കെ വിളിച്ചിട്ട് ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ദിക്ർ ചെല്ലാൻ പറഞ്ഞു. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, 100 യാദൽ ജലാലി വൽ ഇക്റാം ചൊല്ലി, 100 യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലി, 100 സ്വലാത്ത് ചൊല്ലി ദ്വാരക്കാൻ വേണ്ടിയിട്ട് യാസീൻ ഓതുന്നതിന്റെ ഇടയില് കോയക്കുട്ടി ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പറയുമ്പോ എന്തൊരു രസമുണ്ട്. ഇതാണ് നല്ല മൗത്ത് പറഞ്ഞത്. ചെമ്മൂക്കം കുഞ്ഞാപ്പാജി ഇപ്പടുത്ത് മരണപ്പെട്ടു. നമ്മുടെ പള്ളി ഖബർസ്ഥാനിലുണ്ട്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. ഈ നാട്ടില് മൂപ്പരെ പറ്റി ഒരു വാക്ക് പറയാതെ പോകാൻ കഴിയൂലല്ലോ. മഹാനവറുകളുടെ വഫാത്തിന്റെ രംഗത്തെ കുറിച്ച് കേട്ടറിഞ്ഞു. ആദ്യം ഇന്ന് ചോദിച്ചു മറിഞ്ഞു. ഹോസ്പിറ്റലിൽ കിടക്കാണ്. കുറച്ച് ദിവസം ഇങ്ങനെ സുഖമില്ലാതെ കിടന്നു. നല്ലോണം നാട് റാഹത്തായിട്ടുണ്ട് ഉറങ്ങിയിട്ട് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഉണന്നെങ്ങാണ്ട് ചോദിച്ചു, നല്ല ചൊറുക്കുള്ള ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഒരു പെൺകുട്ടി ഇവിടെ അടുത്ത് എവിടെയെന്ന് ചോദിച്ചു. അടുത്തുണ്ടായിരുന്നോട് പറഞ്ഞു, ഇവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല ഉണ്ടല്ലോ, ഞാൻ കണ്ടല്ലോ പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ ചോദിച്ചു. അത്തറ് കുപ്പി എവിടെയെന്ന് ചോദിച്ചു. അത്തറ് വാങ്ങി അതെല്ലായിടത്തും ഇങ്ങനെയാണ് പൂശിയിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നല്ലോണം എന്നാണ് ചിരിച്ചിങ്ങാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സ്പീഡ് പറഞ്ഞിട്ടാണ് വഫാത്തായി. അള്ളാഹു നമുക്കൊക്കെ നല്ല മൗത്ത് തരട്ടെ. കട്ടിലും ഇങ്ങനെ കടന്നിട്ട് എല്ലാവരും ഇങ്ങനെ കേൾക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിയാണ് മൗത്താണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു കുഞ്ഞാപ്പു ഹാജിയുടെ ദർജ ഉയർത്തട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഗുരുവിനെ ആദരിക്കുന്നവനാണ് ഹുസ്നുൽ ഖാത്തിമയുള്ളത്. അതുകൊണ്ട് ഉസ്താദന്മാരെ മറന്നവരൊക്കെ ഓർത്തെടുക്കണം. 1ാം ക്ലാസ്സിലെ ഉസ്താദ് ആരാന്ന് ഓർമ്മയില്ലെങ്കിൽ മദ്രസയിലെ പഴയ പട്ടികയിൽ നോക്കിയാൽ ഉസ്താദിന്റെ പേരും ഒപ്പുണ്ടാവും. കണ്ടുപിടിച്ചേ പറ്റൂ. മൂക്കൊൽപ്പിച്ചിങ്ങാണ്ട് ഇങ്ങനെ ചെന്നപ്പോ കയ്യും പിടിച്ചിങ്ങാണ്ട് അലിഫ് നെയ്ത് തന്ന ഒരാളില്ലേ, മറന്നില്ലേ? ഓർത്തേ പറ്റൂ. ഉസ്താദന്മാരെ ഓർമ്മ വേണം. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോയി കാണണം. 2 കിലോ ആപ്പിളും വാങ്ങിങ്ങാണ്ട് പൊയ്ക്കോളി, ദ്വാർപ്പിച്ചോളി. മരിച്ചിട്ടുണ്ടെങ്കിൽ ഖബർ അറിയെങ്കിൽ പോയിട്ട് ഫാത്തിഹ ഓതി ദ്വാരക്കണം. ഖബർ അറിയില്ലെങ്കിൽ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണം. ഗുരുവിനെ ആദരിക്കുന്നവന് 3 ഗുണം ഉണ്ടാവും, 3 കാര്യം ഉണ്ടാവും.
ഒന്ന് റിസ്ക് വിശാലമാകും, ഭക്ഷണം വിശാലമാകും. മറ്റൊന്ന് അയാളിൽ നിന്ന് പഠിച്ചത് ഉപകാരത്തിൽപ്പെടും. വേറൊന്ന് ഹുസ്നുൽ ഖാത്തിമ, അവസാനം നല്ല നിലയിൽ മരിക്കാൻ പറ്റും. ഇത് വളരെ പ്രധാനമാണ്. മുഅ്മിനീങ്ങളെ, വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. മക്കളിൽ ബർക്കത്തുണ്ടാവാൻ മൂന്നാമത്തെ കാര്യം ഇമ്മിയും വാപ്പിയും മക്കൾക്ക് നല്ലോണം ദ്വാരക്കാം. നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കുക, വിവരം പഠിപ്പിക്കുക. ദീന് മാത്രം പഠിപ്പിക്കുക എന്നല്ല ഞാൻ പറയണത്, ദുനിയാവ് മാത്രം പഠിപ്പിക്കുക എന്നും അല്ല ഞാൻ പറയണത്. ദുന്യാവ് എത്ര പഠിക്കണോ അത്ര ദീനും പഠിക്കണം. ദുന്യാവ് 3-ാം ക്ലാസ് ഉള്ളെങ്കിൽ ദീനും 3-ാം ക്ലാസ് ആയാൽ ഒരു കുഴപ്പം ഓന് പറ്റൂല. ഓൻ വെള്ളിയാഴ്ച നേരത്തെ വരും, അൽക്കഫി ഓതാ അറിയില്ലെങ്കിലും വെറുതെ മുസാബ് നോക്കിയിരിക്കും, നല്ല കുട്ടിയേക്കാരം. ദുന്യാവ് 3-ാം ക്ലാസ് ഉള്ളെങ്കിൽ ദീനും 3-ാം ക്ലാസ് ആയാൽ ഒന്നും വരാനില്ല. ദുന്യാവ് MBBS ആണെങ്കിൽ ദീനും MBBS വേണം. ദുന്യാവിൽ PhD ആണെങ്കിൽ ദീനിലും PhD ഇല്ലെങ്കിൽ യുക്തിവാദിയാവും, നിരീശ്വരവാദിയാവും. എന്താ കാരണം? ഒരു മനുഷ്യന്റെ വിവരമനുസരിച്ചാണ് ഇസ്ലാം ദീൻ അയാളോട് സംസാരിക്കുക. ഒരാൾക്ക് ഉള്ള വിവരമനുസരിച്ചാണ് സംസാരിക്കുക. ഒരാൾക്ക് കെമിസ്ട്രിയിൽ PhD ഉണ്ടെങ്കിൽ ഇസ്ലാം അവനോട് കെമിസ്ട്രിയുടെ ഭാഷയിലാണ് സംസാരിക്കുക. ഒരാൾക്ക് ഫിസിക്സിൽ PhD ഉണ്ടെങ്കിൽ ഇസ്ലാം അയാളോട് സംസാരിക്കുന്നത് ഫിസിക്സിന്റെ ഭാഷയിലായിരിക്കും. ഒരാൾക്ക് ബയോളജിയിൽ PhD ആണെങ്കിൽ ഇസ്ലാം അയാളോട്, ഖുർആൻ അയാളോട് സംസാരിക്കുന്നത് ബയോളജിയുടെ ഭാഷയിലായിരിക്കും. അതുകൊണ്ട് ഭൗതികമായ വിവരം എത്രയാണോ അതിനനുസരിച്ച് ദീൻ പഠിക്കണം. ഭൗതികമായി +2 ആണെങ്കിൽ ദീനിലും +2 ഉണ്ടായിരിക്കണം. ഇതെന്താ വെച്ചാൽ ദീനില് 3-ാം ക്ലാസ്സും ഭൗതികത്തിൽ +2 ആയതുകൊണ്ടാണ് പ്രശ്നമായത്. പഠിക്കണേന് ഞാൻ എതിരല്ല, പഠിപ്പിക്കുന്നതിനും എതിരല്ല. പക്ഷെ രണ്ടും തുല്യമായി കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് എത്രയും പഠിക്കാം. 1 മണിക്കൂറെങ്കിലും നാട്ടിലത്തെ ദർസ് പോയിട്ട് ഒരു കിതാബൊന്നും ഓതിയാൽ വയവെത്തൂല. ഒന്ന് മാത്രം ഭൗതികം മാത്രം പഠിച്ച് മുന്നോട്ട് പോയാൽ കുറെ ആണ്ട് ചെന്നാല് എന്തിനാ ഇപ്പൊ ഈ വെള്ളിയാഴ്ച ഉച്ചന്റെ കാലത്ത് 2 മണിക്കൂർ വെറുതെ മെനക്കെടുന്നത് തോന്നും. ഇനി അതെല്ലാം നാട്ടുകാരെ പോയിപ്പിച്ചാൻ വേണ്ടി വന്നാൽ തന്നെ പള്ളിന്റെ മേലെ കയറി കുത്തിരുന്നുകാണ്ട് മൊബൈലുമ കളിച്ചും അല്ലെങ്കിൽ ചാരി ഇരുന്നുകാണ്ട് വർത്താനം പറയും. പള്ളിന്റെ മേലെ എല്ലായിടത്തും അങ്ങനെയാണ്. ഇവിടെ ചിലപ്പോൾ അങ്ങനെ ഇക്കോളന്നില്ല, എല്ലായിടത്തും അങ്ങനെയാണ് ഉള്ളത്. ചാരി ഇരുന്നാൽ സ്വാഭാവികമായും വർത്താനം പറയാൻ തോന്നും. അതുകൊണ്ട് പള്ളിക്കെന്ന് വർത്താനം പറയരുത് എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ ചാരാതിരിക്കണം. സൊഫായിട്ടിരിക്കണം എന്ന വർത്താനം ഉണ്ടാവില്ല. പള്ളിന്റെ മേലെ സൊഫായിട്ട് ഇരുന്നാൽ വർത്താനം ഉണ്ടാവില്ല. സൈഡിൽ കൂടെ ചാരിയാണെങ്കിൽ മേലല്ല താഴെയും വർത്താനം ഉണ്ടാവും. പിന്നെ മേലെ കയറിയിട്ട് ചെറുപ്പക്കാര് കുട്ടികൾ വർത്താനം പറയരുത് എന്ന് ആഗ്രഹമുള്ള വയസ്സായവരുണ്ടെങ്കിൽ ഓലെ ഹൗലും കരക്കെന്ന് ഒച്ചടാതിരിക്കണം. ഓലെ ഹൗലും കരക്കെന്ന് എല്ലാ ഒച്ചയുണ്ട്, കുട്ടികൾക്കും ഉണ്ടാൻ പാടില്ല, അത് നടക്കൂല. വയസ്സന്മാരും ഉണ്ടാതിരുന്നാൽ തന്നെ കുട്ടികളും ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ എന്താ വെച്ചാല് കുട്ടികളെ കുറ്റം പറയാൻ നല്ല സുഖാണ്. കുട്ടികളൊക്കെ അപ്പൊ വളരെ മോശമായിട്ടുണ്ട്. പണ്ടൊക്കെ മല്ലാക്കാര് അസറിക്കാരം കഴിഞ്ഞിട്ടൊന്ന് പെരേക്കോ, അസറസ്കാരം കഴിഞ്ഞ് പെരേ പോയിട്ട് മൂപ്പര് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ആ വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ അങ്ങാടിയിൽ പീഡക്കൊലയും ഇരുന്നീന്ന ആൾക്കാരൊക്കെ ഒന്ന് നീച്ച് തുണിയൊക്കെ താത്തിയിട്ടൊന്ന് ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കും. മല്ലാക്ക വരുന്നുണ്ട്. ഇതിന് മൂപ്പര് പോയി കഴിഞ്ഞിട്ടേ ഇരിക്കുള്ളൂ. അപ്പൊ ഞമ്മക്ക് തോന്നുകയാണ് പണ്ടൊക്കെ ചെറുപ്പക്കാരും കുട്ടികളൊക്കെ വളരെ ഉഷാറായിരുന്നു. ഇപ്പൊ മല്ലാക്കല്ല മോലിയരെ കണ്ടാലും നീച്ചിക്കണില്ല, ഓലൊക്കെ കേടന്നിട്ടുണ്ട്. ഓല് കേടുന്നതല്ല, നമ്മള് കേടുന്നതാണ്. ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ലെന്നാണ്. സെക്രട്ടറിക്ക് സെക്രട്ടറിയുടെ യോഗ്യത പോയി, പ്രസിഡന്റിന് പ്രസിഡന്റിന്റെ യോഗ്യത പോയി, ട്രഷറർക്ക് ട്രഷറുടെ യോഗ്യത പോയി. അപ്പോൾ നാട്ടുകാർ ആദരിക്കാതെയായി. നമ്മളെ യോഗ്യതയാണ് പരിശോധിക്കേണ്ടത്, അല്ലാതെ നാട്ടുകാരെ കുറ്റപ്പെടുത്തല്ല. ചെറുപ്പക്കാര് കേടൊന്നിട്ടൊന്നുമില്ല കേട്ടോ, ചെറുപ്പക്കാര് നല്ലോരാ. ഇനിയിപ്പോ റമദാൻ മാസാണ് വരാൻ പോണത്. റമദാൻ മാസാണ്. അങ്ങാടിയായ അങ്ങാടി പള്ളിയിലൊക്കെ നിങ്ങൾ പൊയ്ക്കോളി. ലോറിക്ക് അസർക്കൊന്നും പള്ളിന്റെ ഹൗലക്ക് വെള്ളം അടിച്ചാ തികയില്ല. ചെറുപ്പക്കാർ നിസ്കരിച്ചിട്ടാണ്. പഴയ കാലത്ത് 40 ആള് തികയായിട്ട് പാടത്തുനിന്ന് കന്നൂട്ടുന്ന ആളെ വിളിച്ചിരുത്തി കൊടുത്തിട്ട് കള്ളിത്തുണി തിരുമ്പിച്ചിട്ട് 40 തേച്ച് ജുമ നിക്കരിച്ചിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ജുമക്ക് ആള് തികയാത്ത പ്രശ്നമില്ല, ചെറുപ്പക്കാര് നിക്കരിച്ചുണ്ട്. അപ്പൊ നമ്മക്കിങ്ങനെ തോന്നും കുട്ടികൾ കേടന്നു തോന്നും. കുട്ടികൾ കേടന്നല്ല, വലിയൊരു കേടന്നിട്ടുണ്ട്. എന്തേ പ്രശ്നം?
വെള്ളിയാഴ്ച ജുമാക്ക് വന്നാലേ മുന്നത്തെ സഫിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇമാമ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയും. പഴയ കാലത്തൊക്കെ ആൾക്കാര് വലൈക്കും സലാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പിന്നീടുള്ള കുട്ടികൾക്ക് മനസ്സിലാകും ഞങ്ങൾ ഇങ്ങനെ മുന്നിക്കെത്തുമ്പോ വലൈക്കും സലാം എന്ന് പറയണമെന്ന്. ഇത് വയസ്സന്മാര് മുണ്ടിന് ചോറ്റൊന്നേ കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറയും ഇമാമ്. അപ്പൊ വയസ്സന്മാരെ കൂടിയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. അപ്പൊ പിന്നിലിരിക്കുന്ന കുട്ടികൾ എന്താ ഒരു ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ ഓൽക്ക് ഇങ്ങനെ അറിയാതെ പടിയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. ഓലിങ്ങനെ മുന്നിക്ക് കയറി വരുന്നതിനനുസരിച്ച് ഓലിങ്ങനെ പറഞ്ഞു തുടങ്ങും. ഇത് വയസ്സന്മാര് മുണ്ടണില്ല. കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒന്നും മുണ്ടണില്ല. നമ്മള് തന്താരൊന്നും ഉറക്കെ പറയണ്ടേ, അപ്പോഴല്ലേ കുട്ടിയേക്ക് കേൾക്കുക ഇതിങ്ങനെയൊക്കെ പറയണ്ടെന്ന്. ഉണ്ടായിരുന്നപ്പോ എന്താട്ട ഇമാമ മെമ്പർ കയറിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് മലക്കുകൾ മടക്കിയെങ്കിൽ ആയി. ഒറ്റ സാധനം മടക്കണില്ല. എന്താ കേട്ടോ, ആ സദസ്സിലുള്ള ആൾക്കാർ ഉറക്കം മടക്കണേ. ഒരാൾ മടക്കിയതെങ്കിലും ഇമാമ് കേട്ടിരിക്കണം, എന്നാലേ ഫർദ് വിടുള്ളൂ. ഒരു വെള്ളിയാഴ്ച ജുമക്ക് പോയിട്ടുണ്ട് വരുമ്പോ ഇന്നൊരു പള്ളിക്കല വെള്ളിയാഴ്ച ആയിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവണമെങ്കിൽ ആ റളിയല്ലാഹു അൻഹു കണ്ട് ഉറക്ക ചെല്ലിയിട്ട് സുബ്ഹാനഹു വ തആല കണ്ട് ഉറക്ക ചെല്ലിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോരണ്ടേ? അതൊന്നുമില്ല പരിപാടി. നമ്മൾ അവസാനം ഇങ്ങനെ പറയാണ് കുട്ടികളൊക്കെ കേടുന്നു. കുട്ടികൾക്കൊരു കുഴപ്പമില്ല. നിക്കരിച്ചാത്ത കുട്ടികളൊന്നും വളരെ കുറവാണ്. മുടി രേശം വലുപ്പം ഉണ്ടാവും, അത് വേറെ കാര്യം അല്ല. നിക്കരിച്ചാത്ത കുട്ടികൾ വളരെ കുറവാണ്. നോൻപ് വെൽക്കാത്ത ചെറുപ്പക്കാര് വളരെ കുറവാണ്. നോൻപ് വെൽക്കാത്തവർ വളരെ കുറവാണ്. പൈസ ഉണ്ടെങ്കിൽ ഉംറക്ക് പോവാത്ത കുട്ടികൾ വളരെ കുറവാണ്. അവരിൽ ഉള്ള നന്മയെ വലുതാക്കാൻ നമുക്ക് കഴിയണം. ആക്ഷേപിച്ചിട്ട് എന്താ കാര്യം? പഴയ കാലത്തെ അപേക്ഷിച്ച് പുതിയ കാലത്ത് ചെറുപ്പക്കാര് ഇൽമിലും ഇബാദത്തിലും തഖ്വയിലുമെല്ലാം വളരെ മുൻപന്തിയിലാണ്. മോശമൊന്നുമല്ല. അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറായിട്ട് അതിനനുസരിച്ച് പോകണം. ഇതാണ് സംഗതി. പിന്നെന്താ വെച്ചാല് കുട്ടികള് ഇങ്ങനെ കുറച്ചൊക്കെ ആവുമ്പോ എല്ലാരും ചെറുതായിട്ട് വലുതായതല്ലേ, അത് ചില ആൾക്കാർക്ക് മനസ്സിലാവൂല. അങ്ങനെയാണ്. എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് എന്ന് ചില ആൾക്കാർക്ക് മനസ്സിലാവൂല. അതായത് കുട്ടികൾ അങ്ങോട്ട് ഇരിഞ്ഞാലും കുഴപ്പമാണ്, ഇങ്ങോട്ട് ഇരിഞ്ഞാലും കുഴപ്പമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുക 3 സമയത്താണ് എന്നാണ്. ഒന്ന് പ്രായപൂർത്തിയാവുമ്പോൾ, വേറൊന്ന് ജോലി കിട്ടുമ്പോൾ, പിന്നെ ഒന്ന് റിട്ടയർഡ് ആവുമ്പോൾ. അങ്ങനെയാണ്. ഒന്ന് പ്രായപൂർത്തിയാവുമ്പോ വലിയ കുട്ടിയാവും. ചിലപ്പോ അവനോട് വാപ്പ പറയും ചെയ്യും, എടാ ഇനിയിപ്പോ വലിയ കുട്ടിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പൊ ഓനും തോന്നും ഞാൻ ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ട്, ഇനിയിപ്പോ ആരും എന്നോട് ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ എല്ലാവരോടും ഞാൻ അങ്ങോട്ട് പറയാം. അങ്ങനെയാണ്. വലിയ കുട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലോ, പിന്നെ അങ്ങോട്ടൊന്നും. ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റാണ്. അപ്പൊ ഇരിക്കണ എല്ലാവരും വലിയ കുട്ടികളാണ്, നമ്മോട് ആരോടും ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങനെയുള്ള സംഗതി. ഈ വലിയ കുട്ടിയാവല് മനുഷ്യന്റെ വലിയൊരു പരാജയമാണ്. എപ്പോഴും നമ്മളോട് പറയാൻ ആരെങ്കിലും ഒരാൾ വേണം. മനുഷ്യനോട് പറയാൻ ആരെങ്കിലും ഒരാൾ എപ്പോഴും വേണം. വാപ്പ ഉണ്ടെങ്കിൽ വാപ്പ, വാപ്പ ഇല്ലെങ്കിൽ വാപ്പാന്റെ സ്ഥാനത്ത് ഒരാളെ കാണണം. മൂത്ത കാരണോല്, അതും ഇല്ലെങ്കിൽ ഉസ്താദ്, അതും ഇല്ലെങ്കിൽ പള്ളിക്കത്തെ മോലിയര്. നമ്മളെ വാപ്പാന്റെ സ്ഥാനത്ത് ഒരാൾ വേണം. വാപ്പ ചീത്ത പറയുന്നുള്ള ഒരു അഭിമാനമാണല്ലോ ശരിക്ക്. അല്ലാ, നേരം 11:30 ആയിട്ടോ വാപ്പ ചീത്ത പറയും, ഞാൻ വേഗം പോട്ടെ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു അഭിമാനമുള്ള വർത്താനാണ്. അതിന് ചീത്ത പറയാൻ പറ്റിയൊരു വാപ്പ ഇവിടെ പെരയിലുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഇല്ലേ. എന്താ കാട്ടുക? മൂപ്പര് കുട്ടീനെ പേടിയാണ്, ചെക്കന്മാരെ പേടിയാണ്. എന്താ കാട്ടുക? ചീത്ത പറയാൻ യോഗ്യതയുള്ളൊരു വാപ്പ വേണ്ടേ? മനുഷ്യന്റെ വലിയൊരു അഭിമാനമുള്ളത്. ശരിക്കും വാപ്പ വാപ്പയായിരിക്കേണ്ടത് വാപ്പ മരിക്കുന്നത് വരെയല്ല, കുട്ടി മരിക്കുന്നത് വരെയാണ്. എന്റെ വാപ്പ എന്നുള്ള ബോധം ഉണ്ടല്ലോ, അത് വാപ്പ മരിക്കോളം ഉണ്ടായാൽ പോരാ, നമ്മള് മരിക്കോളം വേണം വാപ്പ എന്നുള്ള ബോധം. അത് വലിയൊരു ബോധമാണ് മനുഷ്യന്റെ. അതുകൊണ്ട് എപ്പോഴും ഉപദേശിക്കാൻ ഒരാൾ വേണം. പ്രായപൂർത്തിയാകുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ വരുന്ന വലിയൊരു മാറ്റം വലിയ കുട്ടിയായി എന്ന തോന്നലാണ്. അതയാൾക്ക് മനസ്സിലാവണം. രണ്ടാമത്തൊന്ന് ജോലി കിട്ടുമ്പോഴാണ്. ഒരു ജോലി കിട്ടാൻ വേണ്ടി കഴുതക്കാല് പിടിക്കും. ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടാത്ത വാതിലില്ല, തട്ടാത്ത സ്ഥലമില്ല, പോകാത്ത മക്കാമില്ല, ഒന്നുമില്ല. ജോലിയാണ് കിട്ടിയാ പിന്നെ മനുഷ്യന്റെ മൂത്ത് നോക്കൂല മൂപ്പര്. ചില പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാല്
വില്ലേജ് ഓഫീസിൽ ചെന്നാലും പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ഒക്കെ ഉണ്ടാവും ആ സൈസ് കുറച്ച് ആൾക്കാർ, മുഖത്ത് നോക്കാത്ത സൈസ്. ഓൻ്റെയും വിചാരം നാട്ടുകാരൊക്കെ എന്നെ നല്ല ഇഷ്ടപ്പെടണം എന്ന് ആയിക്കാരം. നടക്കൂല. നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറണ വെച്ചാൽ അങ്ങനെ തന്നെ ഇങ്ങോട്ടും ഉണ്ടാവുള്ളൂ. ജോലി കിട്ടുമ്പോൾ മനുഷ്യൻ വന്ന വഴി മറക്കും. ഓൻ ജനിച്ചപ്പോൾ തന്നെ ഈ ജോലിയിലാണ് ജനിച്ചതെന്നൊക്കെ ഓന് തോന്നുക. എന്താ കാട്ടുക? വലിയ മാറ്റാണത്. ജോലി കിട്ടുമ്പോൾ ജോലി ഇല്ലാത്തവരെ ഓർമ്മയിലുണ്ടായിരിക്കണം. ഇങ്ങനെ കുറച്ചു കാലം ഞാനും ജോലി ഇല്ലാതെ തെണ്ടി നടന്നിരുന്നൊരു മനുഷ്യനാണെന്ന് ഓനെ ഓർമ്മ വേണം. മൂന്നാമത്തെ മാറ്റം റിട്ടയർഡ് ആകുമ്പോഴാണ്. അത് ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, ഖത്തറിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, കൃഷിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, എവിടുന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ പണിക്കൊന്നും പോണില്ലാന്ന്, കുട്ടികളും ഒക്കെ വലുതായി, അത്യാവശ്യം പോലൊക്കെ അയക്കാണ്ട് ഇനിയിപ്പോ അങ്ങനെ പോകുന്നു വേണ്ട. അങ്ങനെയാണ്. ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ മരിക്കോളം ജോലി ചെയ്യണം. ഈ ഒരു ചിന്ത എന്തുകൊണ്ട് വന്നു പറയങ്ങള്? കുട്ടികളൊക്കെ ഇപ്പൊ അത്യാവശ്യം വലുതായില്ല, ഇനിയിപ്പോ ജോലിക്കൊന്നും പോണ്ടെന്നുള്ള ചിന്ത വന്നത് പൈസ എന്തിനാണെന്ന് മനസ്സിലാകാത്തോണ്ട് വന്നതാണ്. പണത്തിന്റെ ഉപകാരം എന്താന്ന് മനസ്സിലാവാത്തോണ്ട് വന്നതാണ്. പണത്തിന്റെ ഉപകാരം എന്താ? സ്വതക്ക കൊടുക്കലാണ് ഉപകാരം. വിറക് കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റിരുന്നു മുഹിയുദ്ദീൻ ഷേഖിന്റെ വാപ്പ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു. എന്തിനാ വിറക് വെട്ടാൻ പോയത്? സ്വതക്ക കൊടുക്കാന്. ജോലി എന്തിനാ? സ്വതക്ക കൊടുക്കാന്. വരുമാനം എന്തിനാ? സ്വതക്ക കൊടുക്കാന്. മരിക്കോളം കൊടുക്കണമെങ്കിൽ മരിക്കോളം വരുമാനം വേണം. അതുകൊണ്ട് ജോലി ഉള്ളവര് കുട്ടികളെ പേരും പറഞ്ഞാണ്ട് ജോലിക്ക് പോകാതിരിക്കരുത്. പണിയുള്ളവര് കുട്ടികളെ പേരും പറഞ്ഞാണ്ട്, ആരോഗ്യമുള്ളവര് കുട്ടികളെ പേരും പറഞ്ഞാണ്ട്, രോഗമില്ലാത്തവര് കുട്ടികളെ പേരും പറഞ്ഞാണ്ട് ജോലിക്ക് പോകാതിരിക്കരുത്. മരിക്കോളം പണിയെടുക്കണം, മരിക്കോളം ജോലി ചെയ്യണം, വരുമാനം വരട്ടെ. പുറത്തേക്ക് കൊടുക്കാൻ മടിയാണെങ്കിൽ അവനാന്റെ പേരക്കുട്ടിയെ കൊടുത്താളിന്ന്. പുറത്ത് കൊടുക്കാനല്ലേ മടി ഉണ്ടാവുള്ളൂ. സ്വതക്ക അവനാന്റെ പേരക്കുട്ടികൾക്കും കൊടുക്കാം. പുറത്തേക്ക് തന്നെ കൊടുത്തോളൊന്നുമില്ല. അവനാന്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ കൊടുത്താളി. അങ്ങനെയല്ലോ. ആരും സ്വന്തം ആവശ്യത്തിന് പെരയറ്റരുത് എന്നാണ്. പെരയറ്റുമ്പോ എന്റെ പെണ്ണേക്കും കുട്ടികൾക്കും പാർക്കാനെന്ന് നിയത്ത് ചെയ്യണം എന്നാ. നമ്മക്കതിൽ പാർക്കും ചെയ്യാം, അതോടൊപ്പം പെണ്ണേക്കും കുട്ടികൾക്കും പെരയറ്റി കൊടുത്ത കൂലിയും കിട്ടും. രജിസ്റ്റർ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അത് കൊടുക്കരുത്. അത് മരിച്ചിട്ട് പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ. അല്ല ഉള്ള മാതിരി പറഞ്ഞേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്ത് കൊടുക്കരുത്. അത് മരിച്ചിട്ട് പോലെ എന്താ കാട്ട? ഒരു തല്ലേ ഒരു കൊല്ലേ പോലെ എന്താ വെച്ചാൽ ആയിക്കോട്ടെ. മരിച്ചത് വരെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കരുത്. ആ അവനാന്റെ പേര് തന്നെ വേണം. ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ചും വേണം. അപ്പൊ എന്താ വെച്ചാൽ നീയത്ത് വെക്കാൻ, എന്റെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും എന്റെ പെണ്ണേക്കും കൂടിയും പാർക്കാനാണ് ഞാൻ പെരയറ്റുന്നത് എന്ന്. എന്നാ ഓർക്ക് പെരയറ്റി കൊടുത്ത കൂലിയും കിട്ടും, നമുക്ക് അതിൽ സുഖമായിട്ട് കഴിഞ്ഞോടും ചെയ്യാം. സ്വന്തത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യരുത്. ഒരു 10 റുപ്യ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ മനസ്സുകൊണ്ട് കരുത് അതിന്റെ മരിച്ചുപോയ അമ്മാക്കും വാപ്പാക്കുമാണ്. നമുക്കൊന്നും കുറയില്ല, അമ്മാക്കും വാപ്പാക്കും കിട്ടും ചെയ്യും. ഒരു 10 റുപ്യ കൊടുക്കുകയാണെങ്കിലും നിയത്ത് ചെയ്യണം എന്നുള്ളതാണ്. എപ്പോഴും മരിച്ചവരെ കരുതുക, മറ്റുള്ളവരെ കരുതുക വളരെ പ്രധാനമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ സ്ഥാനം ഉണ്ടാവും. ഞാൻ ഇപ്പോ നാളിങ്ങനെ കമ്മുട്ടിക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയപ്പോ അവിടെ അങ്ങനെ ഒരു സ്വിച്ച് ബോർഡിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, വലത് കൈ കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുക. ആലോചിച്ച് നോക്കാൻ നിങ്ങളൊക്കെ ഏത് കൈ കൊണ്ടാ സ്വിച്ച് ഇടലെന്ന്? ഇടത്തെ കൈ കൊണ്ടേക്കാരം. ബിസ്മില്ലിട്ട് വലതേ കൈ കൊണ്ടാണ് സ്വിച്ച് ഓൺ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കാത്തോണ്ട് വരുന്നതാണ്. ഇത് നമുക്ക് അറിയാത്തതല്ലോ. വലത്തേനെ മുന്തിക്കണമെന്ന് നമുക്ക് അറിയാത്തതല്ല. നല്ല കാര്യം ചെയ്യുമ്പോ ബിസ്മില്ലാണെന്ന് അറിയാത്തോണ്ടല്ല. ചെയ്യൂല. എന്താ കാട്ട? ചെറിയ ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത പാലിക്കണം. അപ്പൊ ജീവിതം മാറും. ചെറിയ കാര്യത്തിന് വലിയ സൂക്ഷ്മത. ആര് രാവിലെ നീച്ചിട്ട് ലൈറ്റിന്റെ സ്വിച്ച് ഇടുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലത്തെ കൈകൊണ്ട് ഇട്ടു നോക്കി, ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാവും. ബർക്കത്ത് എന്ന് പറഞ്ഞാല് പൊട്ടുമുറിയൊന്നല്ല, അത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ചെറിയ അശ്രദ്ധ കൊണ്ടാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്നത്. ഭക്ഷണത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും. കൊയിഞ്ഞാടിയ ഭക്ഷണം എടുത്തില്ലെങ്കിൽ ഭക്ഷണത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും. കൊയിഞ്ഞാടിയ ഭക്ഷണം എടുത്തില്ലെങ്കിൽ ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതയെ പാലിക്കേണ്ടതാണ്. ഉള്ളിലുള്ളതിനെതിരെ പുറത്ത് കാണിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നാണ്. ഹറാമൊന്നുമല്ല. ഉള്ളിലുള്ളതിനെതിരെ പുറത്ത് കാണിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. അതായത് സിമെന്റിന്റെ തൂണുണ്ടാക്കിയിട്ട് തേക്കിന്റെ പൈന്റ് അടിക്കുക, ഹറാമൊന്നുമല്ല, ബർക്കത്ത് പറയും. ഉള്ളിലുള്ളതിനെതിരെയാണ് പുറത്ത് കാണിക്കുന്നത്, ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാരണമാണ്. ഫലം തരുന്ന കായുള്ള മരങ്ങൾ മുറിച്ചു കളയുന്നത് ബറക്കത്ത് നഷ്ടപ്പെടും. മുറിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒന്നിന് പകരം 2 വെക്കണമെന്നാണ്.
ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരു മരം ഒരാൾ മുറിക്കണമെങ്കിൽ അയാൾ 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചെല്ലുന്ന ആളായിരിക്കണം. കാരണം മരം 24 മണിക്കൂർ തസ്ബീഹ് ചെല്ലുന്നുണ്ടെന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅ വവളഅൽ മീസാൻ. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, മരം സുജൂദിലാണുള്ളത്. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നതാണ് മരത്തിന്റെ തസ്ബീഹ്. അതുകൊണ്ട് മരം മുറിക്കുന്നവൻ 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നവനായിരിക്കണം. ഒരു ഫലമുള്ള മരം മുറിക്കുമ്പോൾ അയാൾ ഏറ്റവും ചുരുങ്ങിയത് അതിന് പകരം വേറെ ഒന്നെങ്കിലും നട്ടുപിടിപ്പിച്ചിരിക്കണം. അതൊന്നും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് അതിന്റെ കാരണം. ദിവസത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ 2 കാര്യം സൂക്ഷിക്കണം. KL 55E9888 എന്ന വാഹനവും KL 55M 9480 എന്ന വാഹനവും KL 39A2581 എന്ന വാഹനവും അത്യാവശ്യമായിട്ടൊന്ന് മാറ്റിയിട്ട് അതിന്റെ ബാക്കിലുള്ള വണ്ടിക്ക് അർജന്റായിട്ട് എടുക്കാനാണ്. അതൊന്ന് സൗകര്യം ചെയ്തു കൊടുക്കണം. KL 55E9888, KL 55M 9480, KL 39A2581. അള്ളാഹു നാഫിയായ ഇൽമ തരട്ടെ. മുഅ്മിനീങ്ങളെ, ചെറിയ കാര്യങ്ങൾ സൂക്ഷിച്ചാൽ വലിയ ബർക്കത്തുണ്ടാവും. പെരയില് വീട്ടിൽ വണ്ടി തിരിച്ചിട്ടാണ് ഇടേണ്ടത്, പള്ളിയിൽ വണ്ടി തിരിക്കാതെയാണ് ഇടേണ്ടത്. നമ്മൾ ജുമഅക്ക് പോയാൽ പള്ളിയിൽ വണ്ടി നമ്മൾ എങ്ങനെ കൊണ്ടുപോയി നിർത്തി വെച്ചാൽ അങ്ങനെ നിർത്തുകയാണ് വേണ്ടത്. എന്നാൽ വീട്ടിൽ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ വണ്ടി തിരിച്ചിട്ടാണ് ഇടേണ്ടത്. സൗകര്യം ഉണ്ടെങ്കിലാണ് കേട്ടോ ഈ പറഞ്ഞത്. സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ ഉള്ള മാതിരി ഇടേ പറ്റുള്ളൂ. സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്. പള്ളിയിൽ വണ്ടി തിരിക്കാതിടണം. അങ്ങനെ തിരിക്കാതിടുന്നതിലൊരു സൂചന ഉണ്ട്, ഞാൻ അങ്ങോട്ട് വരാൻ റെഡിയാണെന്നാണ്. വീട്ടിൽ നിന്ന് നമ്മൾ എപ്പോഴും പോരാൻ റെഡിയാണ്, പള്ളിയിലേക്ക് എപ്പോഴും വരാൻ റെഡിയാണ്. ഇൽമിന്റെ സ്ഥാപനം, ദീനീ സ്ഥാപനം, അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ വണ്ടി ഇടുമ്പോൾ തിരിക്കാതിടണം. എന്നാൽ നമ്മളെ വീട്, അങ്ങാടി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വണ്ടി ഇടുമ്പോൾ തിരിച്ചിട്ടിടണം. അങ്ങാടിയിൽ നമ്മൾ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയി വണ്ടി ഇടുമ്പോൾ നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് തിരിച്ചിട്ടാണ് ഇടേണ്ടത്. ചെറിയ കാര്യങ്ങളിൽ സൂക്ഷ്മത ഉണ്ടായ വലിയ ബർക്കത്തുണ്ടാവും. ബർക്കത്തില്ലാത്ത 4 കോട്ട ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ബർക്കത്തുള്ളത് കുറച്ചായാൽ മതി. അങ്ങനെയാണ് ഏത് സാധനമാണെങ്കിലും അങ്ങനെയാണ്. ദിവസത്തിൽ ബർക്കത്തുണ്ടാണെങ്കിൽ 2 കാര്യം സൂക്ഷിക്കണം. ഒന്ന്, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. ദിവസത്തിൽ ബർക്കത്തുണ്ടാവണമെങ്കിൽ 2 കാര്യം സൂക്ഷിക്കണം. ഒന്ന്, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. രണ്ടാമത്തേത്, സുബ്ഹിയുടെയും അസറിന്റെയും ശേഷം ഉറങ്ങാതിരിക്കണം. സുബഹിന്റെ ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിന്റെ ശേഷം ഇശാ വരെയും ഉറങ്ങാതിരിക്കണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും വേണം. സൂക്ഷിച്ചാൽ മതി. ആയുസ്സിൽ ബർക്കത്തുണ്ടാവാൻ സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതണം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലീ ഫീമാ അഅതൈത്. തോനെ തരണേന്നല്ല, പഠിച്ചോനെ തന്നതിൽ ബർക്കത്ത് ചെയ്യണേ. ബർക്കത്ത് ഉണ്ടെങ്കിൽ കുറച്ചുകാലം ജീവിച്ചാൽ തന്നെ മതിയാവും. ബർക്കത്തില്ലെങ്കിൽ 200 കൊല്ലം ജീവിച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ബർക്കത്ത് വളരെ പ്രധാന. ശഅബാനും റജബും ബർക്കത്തിന്റെ മാസം. നല്ലോണം ദ്വാരക്കണം ബർക്കത്തിന് വേണ്ടി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണേ. റജബിലെ ബർക്കത്ത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണെന്നും ശഅബാനിലെ ബർക്കത്ത് മുത്തുനബിയുമായി ബന്ധപ്പെട്ടതാണെന്നും ഞാൻ പറഞ്ഞു. റജബില് അള്ളാനെ മനസ്സിലാവണം. റജബ് അതിനുള്ള മാസാണ്. അള്ളാനൊക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇല്ല, അള്ളാനെ മനസ്സിലായിട്ടൊന്നുമില്ല. അള്ളാനെ നമുക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് തോന്നുകയാണ് മനസ്സിലായിട്ടുണ്ട് എന്ന്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുത്തേനെ നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല. അള്ളാഹു തൻ്റെ അടിമയോട്, അബദിനോട് ഏറ്റവും ഇഷ്ടമുള്ളവനാണ്. മനുഷ്യനും അള്ളാഹുവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരാളോട് നമ്മൾ ഒരു 5000 ഉറുപ്പ്യ ഉണ്ടോ പറഞ്ഞു. അപ്പൊ അയാൾ ചോദിച്ചു, എന്തിനാ എനിക്ക് 5000 ഉറുപ്പ്യാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഒന്നല്ല, വെറുതെ ഇങ്ങനെ കീശയിൽ ഇങ്ങനെ വെക്കാനാണ് പറഞ്ഞു. 2 കാലുമ്പോ നടന്നോന്ന് പറയും. കീശയിൽ ഇങ്ങനെ വെക്കാൻ 5000 ഉറുപ്പ്യ. അള്ളഹാനോട് ചോദിച്ചോക്കണേ,
പഠിച്ചോനെ എല്ലാരുമാര് വെറുതെ ധൈര്യത്തിന് ഇങ്ങനെ കീശയിൽ വെക്കാൻ എനിക്കൊരു 5000 റുപ്യ തരുമെന്ന് ചോദിച്ചാല് ആയിക്കോട്ടെ എടുത്തോറി തരുമോ തരാം. അത് ഇവിടെ തന്നേക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ കീശയിൽ വെച്ചിട്ട് ഇനിയൊരു 5000 കൂടി ചോദിച്ചാൽ അള്ള വീണ്ടും തരും. ഇതാണ് അള്ളാനെ മനസ്സിലാകാതെ നമുക്ക് മനസ്സിലായില്ല. അള്ളാഹുവേ ഒരു 3 സെന്റ് സ്ഥലം അതില് ചെറിയ ഒരു പെരിന്തരനെ റബ്ബേ. പഠിച്ചവന്റെ അടുത്ത് 10 സെന്റ് ഇല്ലല്ലോ. അവന്റെ വർത്താനം കേട്ടാലേ അള്ളാന്റെ അടുത്ത് 3 ഇല്ല. എവിടെങ്കിലും ഇങ്ങനെ നിരക്കിയിട്ട് ഓനൊരു 3 സെന്റ് അത്രയും. പഠിച്ചവന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടേ. നമുക്ക് അള്ളാനെ മനസ്സിലാവാത്തോണ്ടാണ് ഈ ദുആ ചെറുതായത്. ദുആ ചെറുതായത് അള്ളാനെ മനസ്സിലാവാത്തോണ്ടാണ്. എന്തോ ഒന്ന് നീട്ടി ചോദിച്ചാൽ നമുക്ക് തോന്നണില്ല എന്തേപ്പോ കാട്ട. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ മുതലിൽ ബറക്കത്തില്ലെങ്കിൽ ആള് ഫക്കീറായി പോകും. മുതലിൽ ബറക്കത്തുണ്ടെങ്കിൽ ഒന്നുകിൽ ഖനിയാകും അല്ലെങ്കിൽ മിസ്കീനാവും. മുതലാളി ആയാലും കുഴപ്പമില്ല, മിസ്കീനായാലും കുഴപ്പമില്ല, ഫക്കീറാവാൻ പറ്റൂല. കാതൽ ഫഖ്റു അൻ യകൂന കുഫ്റ എന്നാണ്. ഫക്കീർ കാഫിറാകാൻ അടുത്തവനാണ്. ഫഖർ ദാരിദ്ര്യം ഒരു മനുഷ്യനെ എന്തും ചെയ്യിക്കും. ദാരിദ്ര്യം വ്യഭിചരിപ്പിക്കും, ദാരിദ്ര്യം കക്കാൻ പ്രേരിപ്പിക്കും, ദാരിദ്ര്യം ലോൺ എടുക്കാൻ പ്രേരിപ്പിക്കും, ദാരിദ്ര്യം കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കാൻ പ്രേരിപ്പിക്കും, ദാരിദ്ര്യം പലതിനും പ്രേരിപ്പിക്കും. എന്നാൽ മിസ്കീൻ എന്ന് പറഞ്ഞത് നല്ലോനാണ്. ഒന്നുകിൽ ഖനിയാവണം, ഫവജദക ആഇലം ഫഅഗ്ന. ഒന്നുകിൽ ഖനിയാവണം, അല്ലെങ്കിൽ അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ അമിതിനി മിസ്കീനൻ വഹ്ശുർനി ഫി സുംറത്തിൽ മസാകീൻ. മിസ്കീനാവണം. അമ്പിയാക്കളാരും ഫക്കീറാവാൻ തോരുന്നിട്ടില്ല. അമ്പിയാക്കളിൽ പലരും മിസ്കീനാവാൻ തോരുന്നു. മിസ്കീൻ നല്ല സ്ഥാനം. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഹജ്ജിന് പോയിട്ട് അവിടെ ഇങ്ങനെ ചാവക്കാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു രാജ്യയില്. അപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിസ്കീനാവാൻ വേണ്ടി ദ്വാരത്തിട്ടുണ്ട്, അതുകൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ മിസ്കീനാക്കട്ടെ എന്ന് പറഞ്ഞു ഞാന്. അപ്പൊ മൂപ്പര് പറഞ്ഞു, അപ്പൊ ഉസ്താദെ ഒരു ആശുപത്രി കേസ് വന്ന എന്താ കാട്ടുക ചോദിച്ചു. ആ ആശുപത്രി കേസ് വരാതിരുന്നാ പോരെ, അത് മൂപ്പര് ആലോചിച്ചില്ല. ഈ ആശുപത്രി കേസൊക്കെ വരല് നിർബന്ധമെന്ന ആൾക്കാരെ വിചാരേ. എന്നാലൊരു 3 കുട്ടിയുള്ള ഒരാൾ പറഞ്ഞു, ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കൊണ്ട് പറഞ്ഞു. അപ്പൊ വെറുതെ തമാശക്ക് ചോദിച്ചു, എന്തിനാ ഒരു ആൺകുട്ടിന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നമുക്ക് വയസ്സൊക്കെ ആയിട്ട് ദണ്ണത്തിലൊക്കെ കിടക്കുമ്പോ ആശുപത്രിയിലൊക്കെ ആവുമ്പോ മരുന്നെടുത്ത് തരാൻ അവനാൻ്റെ വെച്ചിട്ട് ഒരു ആൺകുട്ടി വേണ്ടേ എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു അത് കേട്ടില്ല. നമുക്ക് വയസ്സൊക്കെ ആവുമ്പോ ദണ്ണത്ത് കിടക്കുമ്പോ ആശുപത്രിയിലാകുമ്പോ മരുന്നെടുത്ത് തരാന് അവനാൻ്റെ വെച്ചിട്ട് ഒരു ആൺകുട്ടി വേണ്ടേ. 6 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ അബദ്ധം, വയസ്സാവുമ്പോ ദണ്ണത്ത് കിടക്കണം എന്ന് നമുക്ക് വിചാരമുണ്ട്. അതന്നെ വലിയൊരു അബദ്ധമാണ്. വയസ്സാവുമ്പോ ദണ്ണത്ത് കിടക്കണം എന്ന് ആരെ പറഞ്ഞു? അങ്ങനെ ചെയ്യല്ലോ. വെറുതെ നമ്മളിങ്ങനെ ആലോചിച്ചാണേ, വയസ്സാകുമ്പോ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ദണ്ണത്ത് കിടക്കാൻ ശരിയാകുക എന്ന്. അങ്ങനെയാണ്. നാളെ ആ പാലക്കാട്ടേക്ക് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുമ്പോ ഒരു സ്ഥലത്തൊരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. അപ്പൊ നിസ്കാരം കഴിഞ്ഞേക്കിന് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. ബേക്കറിയിൽ നിന്ന് ഒരു ചായ ഒരു കടിയൊക്കെ കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ കുടിക്കണം. അപ്പൊ വയസ്സായ ഒരാൾ വന്നു. അതിൽ മൂപ്പര് പരിചയപ്പെടുത്തി, ഞങ്ങളെ മഹലിന്റെ വൈസ് പ്രസിഡന്റാണ്, മൂപ്പർക്ക് ഒരു ബൈപ്പാസ് കഴിഞ്ഞതാണ്, നിങ്ങൾ മൂപ്പർക്ക് ദ്വാരക്കണം, ദീനി കാര്യങ്ങളിലൊക്കെ നല്ല സഹായിക്കുന്ന ഒരാളാണെന്നൊക്കെ ആരും ചാടി. 1 ബൈപ്പാസോ 2 ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു. വല്ല ആനുള്ള മാതിരി. ബൈപ്പാസ് കഴിഞ്ഞു എന്നുള്ള ഇത്ര അഭിമാനമുള്ള കാര്യമാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കല്യാണ നിശ്ചയത്തിന് ചെന്നിട്ടേ ഒരു മധുരമില്ലാത്ത ചായ എന്നിങ്ങോട്ട് പറയുമ്പോ അത് ഭയങ്കര വലിയ സർട്ടിഫിക്കറ്റാന്നാ മൂപ്പരെ വിചാരം. നിശ്ചയത്തിന്റെ യോഗ്യത, കല്യാണ നിശ്ചയത്തിന്റെ യോഗ്യതയാണ് മധുരമില്ലാത്ത ചായ എന്നാ മൂപ്പര് വിചാരിച്ചേ. ഒരു മധുരമില്ലാത്ത ചായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ നാടിനരമ്പുകളൊക്കെ ക്ഷീണിച്ചു കൊണ്ടിരിക്കുകയാണ്, കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട്, എന്റെ പെണ്ണുങ്ങൾക്ക് എന്നോട് പഴയമാതിരി ഇഷ്ടമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് പറഞ്ഞ നിങ്ങൾക്ക് അറിയണ്ട എങ്ങനെയാണ് പറഞ്ഞത്. മൂപ്പര് ഞാനത് വലിയ യോഗ്യതയെന്നാണ്. അപ്പൊ വയസ്സാവുമ്പോ ദണ്ണത്ത് കിടക്കണം എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. ഇനി ദണ്ണത്ത് കടന്നാലും പോലെ അത് എവിടെ തന്നെ ആവും വേണം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവൊന്നുമില്ല. ആശുപത്രിയിലാകും വേണം. വെറുതെ ആവശ്യമില്ലാതെ. നാളിപ്പോ ഒരു കോളേജിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത പോലോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കൊല്ലം ജീവിക്കണം എന്ന ആഗ്രഹം ഉള്ളതെന്ന് ചോദിച്ചു. ചിലർ പറഞ്ഞു 70. എന്താ ഇപ്പൊ ഒരു 100 കൊല്ലം ജീവിക്കണം എന്ന് ആഗ്രഹിച്ച എന്തേലും വരും നമുക്ക്? അല്ല, അറിയിച്ചു ചോദിക്കുകയാണ് എനിക്ക്. എന്താ നമ്മളിങ്ങനെ ചുരുക്കി ആഗ്രഹിക്കേണ്ട വല്ല കാര്യം ഉണ്ടപ്പോ അതില്?
1000 കൊല്ലം എന്നൊന്നും പറയാൻ പറ്റൂല. ബുദ്ധിയിൽ ഒതുങ്ങാത്തത് പറ്റൂല, ലോജിക്കിനെതിരായത് പറ്റൂല. ലോജിക്കിന് അനുകൂലമായ എന്തും പറ്റും. ഇന്നത്തെ കാലത്ത് ഒരു 100 കൊല്ലം ഒരാൾ ജീവിക്കുക എന്നുള്ളതൊന്നും അസംഭവ്യമല്ല. അതുകൊണ്ട് എന്താ ആഗ്രഹിക്കണേന് കുഴപ്പം? ആഗ്രഹിച്ചാലേ ദോരക്കുള്ളൂ, ആഗ്രഹിച്ചില്ലെങ്കിൽ ദോരക്കൂലല്ലോ. ആഗ്രഹം ഇല്ലാത്തൊരു കാര്യത്തിന് ആരാ ദോരക്കുക? അതുകൊണ്ട് ആദ്യം ആഗ്രഹിക്കണം. അപ്പൊ വയസ്സാവുമ്പോ ദണ്ണത്ത് കിടക്കുമ്പോ ആശുപത്രിയിലാവുമ്പോ മരുന്നെടുത്തരാന് അവനാൻ്റെത് വെച്ചിട്ട് ആൺകുട്ടീന്ന്. പിന്നെ എങ്ങനെ ഓൻ കുവൈത്തിൽ നിൽക്കുക? ഓൻ പോരൂലേ? കാരണം വാപ്പ ഓനെ കൊണ്ട് ആഗ്രഹിച്ച കാര്യം മരുന്നെടുത്തരലാണ്. ഓൻ എന്നിട്ട് നമ്മള് പിന്നെ IAS ആകാൻ പഠിപ്പിക്കാണ്. ഏത്? ഈ നഴ്സിനെ. മനസ്സിലായില്ലല്ലോ റബ്ബേ നിങ്ങൾക്ക്? മരുന്നെടുത്തരാനുള്ള കുട്ടീനെയാണ് ഇയാൾ ആഗ്രഹിച്ചത്, നഴ്സിനെയാണ് ആഗ്രഹിച്ചത്. എന്നിട്ട് പിന്നെ ആ കുട്ടീനെ ഓൻ IAS പഠിപ്പിച്ച എവിടുന്ന് പഠിയാനത്? ആഗ്രഹത്തിനനുസരിച്ചല്ലേ പോവുള്ളൂ. അയാൾ ആഗ്രഹിച്ചതേ വയസ്സാവുമ്പോ ദണ്ണത്ത് കിടക്കുമ്പോ മരുന്നെടുത്തരാനാണ്. എന്നിട്ട് പിന്നെ കുട്ടീനെ IAS കോച്ചിങ്ങിന് വിട്ടിട്ട് എന്താ കാര്യം? ആദ്യം തന്നെ അയാൾക്ക് IAS ആഗ്രഹിച്ചാ പോരെ. ആഗ്രഹിക്കുന്നോട് തന്നെ നമുക്ക് വളരെ ചുരുക്കാണ്. അതുകൊണ്ട് നമ്മളെ ദ്വയം ചുരുങ്ങുന്നുണ്ട്. ദൊരക്കാൻ ഭയങ്കര പിഷ്കത്തരാണ് നമ്മള്. ദൊരക്കൂല. ദൊരക്കാൻ വേണമെങ്കിൽ എന്തേലും കൊടുക്ക, അങ്ങനെയാണ്. ദോർക്കൂല. ഒറ്റക്കുള്ള ദുആ വളരെ കുറവാണ്, സ്വകാര്യതയിലുള്ള ദുആ വളരെ കുറവാണ്. നല്ലോണം ദോരക്കണം, നല്ലോണം ദോരക്കണം. എല്ലാ വിഷയങ്ങളിലും ബറക്കത്തിനെ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ആയുസ്സിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്, ദിവസങ്ങളിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. ഓരോ ദിവസവും ബറക്കത്തുണ്ടാവണമെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും സുബഹിയുടെയും അസറിന്റെയും ശേഷം ഉറങ്ങാതിരിക്കുകയും വേണം. ദാരിദ്ര്യം വരാതിരിക്കണമെങ്കിൽ സൂറത്തുൽ വാഖിയ പതിവാക്കണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ശഅബാനും റജബും ബറക്കത്തിന്റെ മാസാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദാരിദ്ര്യം നമ്മൾ നല്ലോണം പേടിക്കണം, ഫഖർ നല്ലോണം പേടിക്കണം. ഫഖീറായി തുടരുന്നതിന്റെ കാരണം ഫഖീറായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. ഹബീബിങ്ങളെ, മനുഷ്യന്മാരെ ഇങ്ങോട്ട് നോക്കണം കേട്ടോ, ഇങ്ങോട്ട് നോക്കണം. ഇവിടെ പുറത്തുനിന്ന് വന്ന ഒരാൾ ഞാൻ തന്നെ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവരും ഇന്നെ നോക്കേണ്ടതാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാലേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വേറെ പാട്ടൊക്കെ പാടും. ശറഫുറ്റ ജാബിർ റളിയല്ലാഹു വന്ന് പരിശുദ്ധ ത്വാഹ റസൂലിങ്കൽ സൽക്കാരം റൊട്ടിയും ആട്ട് മാംസവും ആയി വിശുദ്ധ ഹബീബിങ്കൽ. അത് നോക്കിയില്ലെങ്കിൽ ഞാൻ പാട്ട് പാടും. അപ്പൊ എന്നാ പാട്ട് പാടാൻ വേണ്ടിട്ട് നിങ്ങൾ നോക്കാതിരിക്കും വേണ്ട, അപ്പൊ പാടൂല്ല. അങ്ങനെയാണ്. ഒരു വലിയ സംഭവത്തിന്റെ അവസാന ഭാഗമാണത്. ആ പാട്ട് വലിയൊരു സംഭവത്തിന്റെ അവസാന ഭാഗമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് കിട്ടണമെന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഒരു ആഗ്രഹം. നബിനെ പെരേക്കൊന്ന് കിട്ടിയാൽ തിരക്കടില്ല. ഭാര്യനോട് ചോദിച്ചു, മുത്തുനബിനെ നമുക്കൊന്ന് പെരേക്കൊണ്ടിരായിരുന്നു, ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അതിൽ പെണ്ണുങ്ങൾ പറഞ്ഞു, ഇവിടെ ഒരു ആട്ടുംകുട്ടി ഉണ്ട്, കുറച്ച് ഗോതമ്പ് മാവും ഉണ്ട് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു ആടുംകുട്ടിനെ അറുത്തു, ഗോതമ്പ് മാവ് കുഴച്ചിട്ട് റൊട്ടി ഉണ്ടാക്കി. നബിനോട് എന്നിട്ട് പറഞ്ഞു, ചെറിയൊരു സൽക്കാരുണ്ട്, ഒന്ന് പെരേക്ക് വരണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കൂടി ജാബിർ റളിയല്ലാഹുവിന്റെ കൂടെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. ജാബിർ റളിയല്ലാഹു ആടിനറുക്കണത് മൂപ്പരെ ചെറിയ മകൻ കണ്ടിരുന്നു. 2 ആൺകുട്ടികളാണ് ജാബിർ റളിയല്ലാഹുവിനുള്ളത്. ചെറിയ മകൻ കണ്ടിരുന്നു. വലിയോനപ്പാടെ സ്ഥലത്തില്ല. വാപ്പ പള്ളിക്കൊക്കെ പോയി, ഇമ്മ അടുക്കളയിൽ ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കും, ആടുകറി വെക്കുകയാണ്. അതിന്റെ ഇടയിൽ മൂത്തോൻ വന്നു. എടാ, ആരോ എവിടുന്നോ ഒരു സംസാരം കേൾക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, ഇങ്ങോട്ട് പോയിക്കോളെ, ഇങ്ങോട്ട് നോക്കിയല്ലാരും. ഇമ്മങ്ങനെ അടുക്കളയിൽ ആടുകറി ഉണ്ടാക്കുകയും റൊട്ടി ചുടുകയും ചെയ്യണതിന്റെ ഇടയിൽ മൂത്തോൻ വന്നു. ഞാൻ ഈ പറയുന്ന കാര്യം മുഹമ്മദ് അഖ്തർ റളാ ഖാൻ ബുർദ ബൈത്തിന് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. ആ ശറഹിൽ വിശദമായി ഉണ്ട്. ഇതുവരെ പറഞ്ഞതിനൊന്നും കിതാബ് പറയാതെ ഇതിന് മാത്രം എന്തിനെ പറഞ്ഞു എന്ന് ഈ ക്ലിപ്പിംഗ് ഓടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതിലിതും കയറിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞേ. മുഹമ്മദ് അഖ്തർ റളാ ഖാന്റെ ബുർദ ബൈത്തിന്റെ ശറഹിൽ ഞാൻ ഈ പറയുന്ന സംഭവം ഉണ്ട്.
അപ്പൊ എന്തേ പറഞ്ഞു, മൂത്തോൻ വന്നപ്പോ ചെറിയോ എന്ത് ചെയ്തു വെച്ചാല് ഓനോട് ചോദിച്ചു, വാപ്പ എങ്ങനെ ആടിനറുത്ത് നിനക്കറിയോന്ന് ചോദിച്ചു. ഇല്ലായിരുന്നു. ഞാൻ കാണിച്ചു തരട്ടെ ചോദിച്ചു. ആന്ന് പറഞ്ഞു. തട്ടിന്റെ മേലൊക്കെ കൊണ്ടുപോയി കയറെടുത്തുങ്ങാണ്ട് കാലൊക്കെ കൂട്ടി കെട്ടി കത്തിയെടുത്ത് കണ്ടെന്ന് അറുത്തു. തല ഇങ്ങനെ എടുത്തിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് വന്നു. ഉമ്മ ഇപ്പൊ ആടിനർത്ഥമായി കാക്കാനെ ഞാൻ അറുത്തു പറഞ്ഞു. തലേറ്റിന് വന്നിട്ട് അതിൽ ഉമ്മയുടെ ബേജാറായി. ഉമ്മ ഓടി ചെന്ന് നോക്കുമ്പോ മൂത്ത കുട്ടീന്റെ അറുത്ത് ഇങ്ങനെ കിടക്കും. അതിൽ ഉമ്മാന്റെ വെപ്രാളും ബേജാറൊക്കെ കൂടി കണ്ടപ്പോ ഓൻ തല ഇട്ട് കണ്ട് മേലെന്ന് താഴത്തേക്കും ചാടി. ഓനാണ് മരിച്ചു. രണ്ടാമത്തോ 2 കുട്ടികളോട് മരിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ 2 കുട്ടികളെ അകത്ത് കൊണ്ടുപോയിട്ട് കട്ടിൽമ കടത്തിങ്ങാണ്ട് ശരിക്ക് നല്ലൊരു പുതപ്പിട്ടിട്ടാണ് മൂടി. അടുക്കളയിൽ പോയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. കറി ഉണ്ടാക്കി, റൊട്ടി ഉണ്ടാക്കി. നബിയും സഹാബത്തും ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇങ്ങനെ വരികയാണ്. വഴിയില് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നു. എവിടക്കാ ഞങ്ങൾ പോണു ചോദിച്ചു. എവിടക്കാ പോണു ചോദിച്ചു. ഞങ്ങൾ ജാബിറിന്റെ പേരയിൽ ഒരു സൽക്കാരുണ്ട്, അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞു. എന്നാലേ അവിടെ ചെന്നാല് കുട്ടികളൊപ്പം ഭക്ഷണം കഴിച്ചാൽ മതി ഇട്ടോ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം. നബി തങ്ങൾ വന്നു, സുപ്ര വിരിച്ചു, വട്ടത്തിലിരുന്നു, ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. അള്ളാൻ റസൂൽ ചോദിച്ചു, ജാബിറെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു. അതിൽ മൂപ്പര അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു, നമ്മളെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു. അതിൽ മൂപ്പത്തിയർ ഇങ്ങനെ ഒന്ന് ഉരുണ്ടു. അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിങ്ങനെ ആക്കി. മൂപ്പര് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഓലിവിടെ ഇല്ല, പുറത്തു പോയതാണ് പറഞ്ഞു. നബി തങ്ങൾ അവിടെ തന്നെ ഇരുന്നു, തിന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമൻ ചോദിച്ചു, ജാബിറെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു. അതിൽ മൂപ്പര് വീണ്ടും ഒന്ന് അടുക്കളയിൽ പോയി ഭാര്യനോട് ചോദിച്ചു, നമ്മളെ കുട്ടികളെ എവിടെയെന്ന്. പെണ്ണുങ്ങൾ രണ്ടാമട്ട് ഉരുണ്ടു. മൂപ്പര് വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഓല് പുറത്തു പോയതാണ് പറഞ്ഞു. നബി തങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. 3-ാം പ്രാവശ്യവും ചോദിച്ചു, ജാബിറെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു. അതിൽ മൂപ്പര് അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു, അല്ലണ്ണി ഇതൊന്ന് സത്യം പറഞ്ഞ നമ്മളെ കുട്ടികളെ എവിടെ ചോദിച്ചു. അതിലുണ്ടായ സംഭവം പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു കരഞ്ഞങ്ങാണ്ട് പുറത്ത് ഇങ്ങനെ വന്നു. മുസ്തഫ നബിനോട് ഉണ്ടായ വിഷയം പറഞ്ഞു. അള്ളാന്റെ റസൂല് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞത് ഓർത്തു, കുട്ടികളൊപ്പം ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് അള്ള പറഞ്ഞതല്ലേ, അതുകൊണ്ട് കുട്ടികളുണ്ട് വരട്ടെ എന്ന് പറഞ്ഞു. കുട്ടികൾ നീച്ചിട്ട് വന്നു. ഭക്ഷണം കഴിച്ചപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ല് കേടെടുത്തരുത് എന്ന് പറഞ്ഞു. തിന്നോളി, എല്ലൊന്നും കേടെടുത്തരുത് പറഞ്ഞു. എല്ലാരും ഭക്ഷണം കഴിച്ചു, ആടൊക്കെ തിന്നു. എല്ലിങ്ങനെ കൂട്ടിവെച്ചിട്ട് ഇങ്ങോട്ട് നീച്ചാൻ വേണ്ടി പറഞ്ഞപ്പോ ആടങ്ങോട്ട് നീച്ചിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെല്ലണതാണ് രംഗം. ഷറഫുറ്റ ജാബിർ റളിയല്ലാഹു വന്നേ പരിശുദ്ധ ത്വാഹ റസൂലിങ്കൽ സൽക്കാരം റൊട്ടിയും ആട്ട് മാംസവും ആയി വിശുദ്ധ ഹബീബിങ്കൽ. പാടിയപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ, ബർക്കത്തിന് വേണ്ടി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഅബാനിന്റെ രഹസ്യമാണ്. റജബിന്റെ ബർക്കത്ത് അള്ളാഹുവിനെ കിട്ടലാണെങ്കിൽ ഷഅബാന്റെ ബർക്കത്ത് മുത്തുനബിനാണ് മനസ്സിലാക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബ ഉണ്ടാക്കി. ആദം നബിന്റെ കാലത്ത് മലക്കുകൾ ഉപയോഗിച്ചിട്ട്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വലിയ വെള്ളപ്പൊക്കണ്ടായി. അള്ളന്നെ കഅബ പൊളിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും കൂടി കഅബയെ പുതുക്കി പണിതു. അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി കഅബ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അബാബീൽ പക്ഷികളെ അയച്ചുകൊണ്ട് ആനപ്പടയെ തകർത്ത് കഴിഞ്ഞു. ഖിയാമത്ത് നാളിന്റെ സമയമാകുമ്പോ ആളുകൾ വരി നിന്നുകൊണ്ട് കഅബ പൊളിക്കുമെന്നും ഓരോ കല്ലുകൾ എടുത്തുകൊണ്ട് കടലിൽ ഒഴുക്കിക്കളയുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. മനസ്സിലായോ എന്നാവോ? ആദം നബിന്റെ കാലത്ത് മലക്കുകൾ ഉണ്ടാക്കിയ കഅബ നൂഹ് നബിന്റെ കാലത്ത് അള്ളാഹ് പൊളിച്ചു. ഇബ്രാഹിം നബിന്റെ കാലത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമും കൂടിയിട്ട് ഉണ്ടാക്കിയ കഅബ അബ്ദുൽ മുത്തലിബ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അബ്രഹത്ത് രാജാവ് പൊളിക്കാൻ വന്നപ്പോ അള്ളാഹു തആല വന്നോരെ പൊളിച്ചു. ഖിയാമത്ത് നാളാവുമ്പോ കഅബ പൊളിച്ചിട്ട് കല്ലുകൾ എടുത്ത് കടലിൽ ഒഴുക്കും. 2 വട്ടം പൊളിയും, 1 വട്ടം പൊളിക്കാൻ അയച്ചില്ല. ആ പൊളിക്കാൻ അയക്കാത്ത സമയത്ത് എന്താ പ്രത്യേകത? പൊളിക്കാൻ അയക്കാത്ത സമയത്ത് എന്തായിരുന്നു പ്രത്യേകത?
അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബ ഉണ്ടാക്കിയിട്ടൊരു വർത്താനം പറഞ്ഞു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, പടച്ചോനെ ഇജ്ജ് കബൂലാക്കണേ. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനെ അയക്കണം, അതിനാണ് കഅബ ഉണ്ടാക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിലൂടെയാണ് ബനു ഇസ്രായേൽ വന്നത്. ഇബ്രാഹിം നബിക്ക് ശേഷം ഇസ്ഹാഖ് നബിക്ക് ശേഷം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിലൂടെയാണ് ലോകത്തെ എല്ലാ അമ്പിയാക്കളും വന്നത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് അറബികള്. അതിൽ ഒരു നബി മാത്രമാണ് വന്നത്, അത് മുഹമ്മദ് നബിയാണ്. ആ നബി വരാനാണ് ഈ കഅബ ഉണ്ടാക്കുന്നത് എന്ന് ഇബ്രാഹിം നബി ഉണ്ടാക്കിയപ്പോ പറഞ്ഞു എന്നുള്ളതാണ് പൊളിക്കാനാക്കാത്തതിന്റെ കാരണം. എന്തിനാ കുടിയിരിക്കുമ്പോ മങ്കൂസ് മൗലൂദ് ഓതുന്നത്? മുഹമ്മദ് നബിയെ ഒരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാൽ അത് പരാജയപ്പെടൂല. എന്തിനാ മനുഷ്യന്മാരെ നമ്മൾ പെണ്ണെട്ടിയത്? മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് വർദ്ധിക്കാൻ. എന്തിനാ നമുക്ക് കുട്ടി 120 വരി മനുഷ്യന്മാര് സ്വർഗത്തിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോ 90 വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കും. അതിലൊരു 4 ഞമ്മക്കില്ലെങ്കിൽ നമ്മളെന്തിനാ പറ്റുക? അതിനാ കുട്ടികള്. ആ സ്വർഗത്തേക്ക് നിൽക്കുന്ന വരിയിലേ നമ്മളതൊരു 8 വേണം, അതിനാ കുട്ടികള്. മുഹമ്മദ് നബിയെ ഒരു വിഷയത്തിന്റെ മുന്നിൽ ലക്ഷ്യമാക്കിയാല് ആ കുട്ടി സ്വാലിഹാവാൻ വേറെ ദ്വാരക്കേണ്ടി വരൂല. ഏത് വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഷാബാനിന്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മനസ്സിലാണ്. അതിനാണ് ഷാബാൻ മാസം. ഷാബാനു ഷഹരി, ഷാബാൻ എന്റെ മാസമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഷാബാൻ മുസ്തഫ നബി തങ്ങളുടെ മാസമാണ്. നബി തങ്ങളെ മദീ ചെയ്തുകൊണ്ട് അലം നശ്റഹ് സൂറത്തിറങ്ങിയത് ഈ മാസത്തിലാണ്. സ്വലാത്തു ചൊല്ലൽ നിർബന്ധമാക്കിയ ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ആയത്തിറങ്ങിയത് ഈ മാസത്തിലാണ്, ശഅബാൻ മാസത്തിലാണ്. അലൻ നശ്റഹ് സൂറത്ത് മുഴുവനും മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ മദീ ചെയ്യാണ്. വറഫഅനാ ലക ദിക്റക, നബിയെ നിങ്ങളുടെ പേരിനെ നാം ഉയർത്തിയിരിക്കുന്നു. നബിന്റെ പേര് ഉയർത്തി. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഉമ്മത്തിനും നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. 5 നിസ്കാരം ഇക്കോണമെന്നില്ല, 5 വക്ത് ഇക്കോണമെന്നില്ല. നിസ്കാരം എല്ലാ ഉമ്മത്തിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ഉമ്മത്തിനും ബാങ്കില്ല. എന്തുകൊണ്ട്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ബാങ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ് എന്ന് പറയേണ്ടി വരുമായിരുന്നു. അങ്ങനെ വിളിച്ചു പറയൽ അല്ലാഹുവിന് താല്പര്യമില്ല. അതുകൊണ്ട് ഈ ഉമ്മത്തിന് മാത്രമാണ് ബാങ്ക്. മുഹമ്മദ് നബിയുടെ പേര് വിളിച്ചു പറയാൻ. വറഫഅനാ ലക ദിക്റക, നബിയെ നിങ്ങളുടെ പേരിനെ നാം ഉയർത്തിയിരിക്കുന്നു. ശഅബാന്റെ രഹസ്യം ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വാസ്തവത്തിൽ മുഅ്മിനീങ്ങളെ ഞങ്ങൾ ചിന്തിക്കുക. വാസ്തവത്തിൽ 50,000 കൊല്ലമുള്ള മഹ്ശർ, 50,000 കൊല്ലാണ് മഹ്ശർ. ചെമ്പിന്റെ തറമേണ് ആൾക്കാർ നിൽക്കുന്നത്. ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് കൂട്ടിക്കോളി. എന്നാലും ഒരു ചാൺ ഉയരത്തിൽ സൂര്യനുണ്ട്. ഒരു ചാൺ ഉയരത്തിൽ സൂര്യനുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആലങ്കാരിക എടുത്താലും അതിശക്തമായ ചൂടുണ്ട് എന്നതിന് അർത്ഥം ഏതായാലും ഉണ്ടല്ലോ. അതിശക്തമായ ചൂടിൽ ചെമ്പിന്റെ തറയിൽ മനുഷ്യൻ നിന്നിട്ട് നെരിയാണി വരെ വിയർപ്പുള്ളവരും, കാലിന്റെ മുട്ട് വരെ വിയർപ്പുള്ളവരും, അര വരെ വിയർപ്പുള്ളവരും, ചെവി വരെ വിയർപ്പുള്ളവരും, മൂക്ക് വരെ വിയർപ്പുള്ളവരും, വിയർപ്പിൽ മുങ്ങിത്താഴുന്നവരുമാണ് അവിടുത്തെ അവസ്ഥ. എന്നിട്ട് ഈ ചെമ്പും തറയെന്ന് ഒന്നാണ്ട് കഴിച്ചിലായാൽ മതിയായിരുന്നു. നരകത്തിക്കായാലും വേണ്ടില്ല, സ്വർഗത്തിക്കായാലും വേണ്ടില്ല, ഹിസാബൊന്ന് നടന്നു കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആദം വല്ലിപ്പാന്റെ അടുത്ത് ചെല്ലും. വല്ലിപ്പ നിങ്ങളൊന്ന് പറയോ, ഇവിടുന്ന് ഒന്നാണ്ട് കഴിച്ചിലായാൽ മതി. നൂഹ് നബിന്റെ അടുത്ത് ചെല്ലും, മൂസാ നബിന്റെ അടുത്ത് ചെല്ലും, ഇബ്രാഹിം നബിന്റെ അടുത്ത് ചെല്ലും. എല്ലാ നബിമാരുടെ അടുത്ത് ചെല്ലുമ്പോ അവരെല്ലാവരും കൈയൊഴിയും. അവസാനം തോഹ നബിയുടെ അടുക്കൽ ചെല്ലും.
മുത്തുനബിനോട് ചെന്നിട്ട് നിങ്ങളൊന്ന് പറയോന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞങ്ങാണ്ട് അവിടെ നീച്ചിട്ട് അർശിന്റെ താഴ്ഭാഗത്ത് പോയി സുജൂദിൽ വീഴുകയും മുഹമ്മദ് സൽ തുഴുത്ത എന്ന് പറയപ്പെടുകയും ചെയ്യും. മനുഷ്യന്മാരെ നിങ്ങൾ ആലോചിക്കും, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നബിയെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല, ഒരു സ്ഥലത്തും വിളിച്ചിട്ടില്ല. യാ നബി എന്ന് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹർ റസൂലു എന്ന് വിളിച്ചിട്ടുണ്ട്, തോഹ എന്ന് വിളിച്ചിട്ടുണ്ട്, യാസീൻ എന്ന് വിളിച്ചിട്ടുണ്ട്, യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. എന്നാൽ ശഫാഅത്തിന് വേണ്ടി വിളിക്കുമ്പോൾ യാ മുഹമ്മദ് എന്നാ വിളിക്കുന്നത്. യാ മുഹമ്മദ് എന്ന വിളിയും റസൂൽ എന്ന വിളിയും വ്യത്യാസമുണ്ട്. റസൂൽ ആയത് 40-ാമത്തെ വയസ്സിലാണ്, നബി ആയത് 40-ാമത്തെ വയസ്സിലാണ്. അതിന്റെ മുമ്പ് മുഹമ്മദാണ്. 40-ന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും ന്യൂനതയുണ്ടായിരുന്നു എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്താണ്. മുഹമ്മദ് 40-ന് മുന്നേണ് ആ വിളിയാണ് വിളിക്കുന്നത്. 40-ന്റെ ശേഷമുള്ള മുഹമ്മദിനല്ല വിളിക്കുന്നത്. അതാണ് വിളിച്ചിരുന്നതെങ്കിൽ യാ നബി അല്ലാഹ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ യാ റസൂൽ അല്ലാഹ് എന്ന് വിളിക്കും. 40-ന് മുമ്പുണ്ടായിരുന്ന മുഹമ്മദിന് എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്താവും. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കാനാണ് ശഅബാൻ മാസം. ശഅബാന്റെ ബർക്കത്ത് മുഹമ്മദ് നബിനെ മനസ്സിലാക്കലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യന്മാർ ആദം വല്ലിപ്പാന്റെ അടുത്ത് ചെല്ലും. ആ ചെല്ലണ കൂട്ടത്തിലെ നമ്രൂദുണ്ട്, ആ ചെല്ലണയില് ഖാറൂനുണ്ട്, ആ ചെല്ലണയില് അബൂജാഹിലുണ്ട്. എല്ലാരും ഉണ്ടയില്, ഓലൊക്കെ കൂടിയാ ചെല്ലണത്. എന്നാ പിന്നെ എല്ലാവർക്കും അറിയാലോ മുഹമ്മദ് നബിയാണ് ഷഫാഅത്തിനുള്ളത്. എന്നായും തന്നെ അങ്ങോട്ട് എന്നാ പോരെ? പറ്റൂല. പോയി ഇങ്ങോട്ട് വന്നാലേ മനസ്സിലാകുള്ളൂ മുഹമ്മദ് നബിനെ പറ്റിയല്ലാതെ വേറെ ആരെ കൊണ്ടും നടക്കൂലെന്ന്. അതങ്ങോട്ട് ബോധ്യപ്പെടുത്തുന്ന ദിവസമാണ് മഹ്ശർ. വേറെ ആരെ കൊണ്ടും നടക്കൂലെന്ന് എല്ലായിടത്തും കൊണ്ട് പോയി ബോധ്യപ്പെട്ടുകൊണ്ട് വന്നാല് മനസ്സിലായി. ഷഫാഅത്ത് തുടങ്ങാനേ അല്ല, ഹിസാബ് തുടങ്ങാനേ പ്രയാസമുള്ളൂ, അവസാനിക്കാൻ പ്രയാസമല്ല. ഹിസാബ് ഇങ്ങനെ തുടങ്ങിയാലേ വരി ഇങ്ങനെ നിൽക്കൊന്നല്ല, തുടങ്ങുമ്പോ തന്നെ കഴിയും. അള്ളാഹു തആല എല്ലാരെയും ഒപ്പാ നോക്കുക. തുടങ്ങണതിന്റെ മുന്നെയാണ് 50,000 കൊല്ലം. തുടങ്ങിയ ടീം പെട്ടെന്ന് കഴിഞ്ഞു. തുടങ്ങി കിട്ടാനുള്ള പണിയുണ്ട്. ഒരു കാര്യം സമ്മതിച്ചാൽ തുടങ്ങും. മുഹമ്മദ് അല്ലാതെ വേറെ ആരുമില്ല എന്ന് സമ്മതിക്കണം. അത് സമ്മതിക്കോളം നിർത്തും. അതിന് 50,000 കൊല്ലം. ആ നിർത്തുമ്പോഴും അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു ലത്തീഫാണ്, അള്ളാഹു ഖാലിഖാണ്, എല്ലാമാണ്. പക്ഷെ ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, മുഹമ്മദ് നബി അല്ലാതെ ഈ പ്രപഞ്ചത്തിന് മറ്റൊരു രഹസ്യമില്ല എന്ന് മനസ്സിലാവണം. ഇത് മനസ്സിലാവാനാണ് യഥാർത്ഥത്തിൽ ശഅബാൻ മാസം. എന്തിനാ പെണ്ണുങ്ങള് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ വർധനവിന്? എന്തിനാ കുട്ടികള് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ വർധനവിന്? എന്തിനാ പണം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ആവശ്യത്തിന്? എന്തിനാ വീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് താമസിക്കാന്? എന്തിനാ വാപ്പ, എന്തിനാ അമ്മ? ആലോചിക്കങ്ങള്. പെരപ്പണി കഴിഞ്ഞു, പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു, ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തു, എല്ലാം റെഡിയാണ്. കുടിരിക്കലിന് എല്ലാവരോടും വരാൻ പറഞ്ഞു. തലേന്ന് രാത്രിയൊക്കെ അവസാനം മിനുക്ക് പണി നടന്നു, മുറ്റൊക്കെ കട്ട വിരിച്ചു, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. പന്തല് റെഡിയാണ്, ചോറക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അറക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, എല്ലാം ക്ലിയർ. നാളെ രാവിലെ കുടിരിക്കലാണ്. അന്ന് രാത്രി മുഹമ്മദ് നബി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നിട്ട് പറഞ്ഞു, ആ ചാവി ഉണ്ട് തരുമോ? എനിക്കൊരാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കൊടുക്കോ കൊടുക്കൂലേ? കൊടുക്കുമെന്ന് നിങ്ങൾ പറയാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. കൊടുക്കോ കൊടുക്കൂലേ? നിങ്ങൾ മനസ്സുകൊണ്ട് പറയണം കൊടുക്കുന്നു. പക്ഷെ ആ സ്ഥാനത്ത് പേര സങ്കല്പിച്ചാ പോരാ. ആ സ്ഥാനത്ത് ഉമ്മാനെയും വാപ്പാനെയും പെണ്ണുങ്ങളെയൊക്കെ സങ്കല്പിച്ചിട്ട് കൊടുക്കൂന്ന് പറയണം. പറയാൻ പറ്റുമെങ്കിൽ ഷഅബാൻ നമുക്ക് മുതലായി. മുഹമ്മദ് നബിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഷഅബാന്റെ രഹസ്യം. റജബ് അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്, ഷഅബാൻ മുത്തുനബിയെ മനസ്സിലാക്കലാണ്. ഷഅബാന്റെ ദ്വാരന്നാ പോരല്ലോ ഷഅബാനിലെ ബർക്കത്ത് തരണമെന്ന്. ഷഅബാനിലെ ബർക്കത്ത് മുഹമ്മദ് നബിയെ മനസ്സിലാക്കലാണ്. അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. റജബിന്റെ ബർക്കത്ത് അവൻ നമുക്ക് നൽകട്ടെ, ഷഅബാന്റെ ബർക്കത്തിനെ അവൻ നമുക്ക് നൽകട്ടെ. റമദാനിലേക്ക് അവൻ നമ്മളെ എത്തിച്ചു തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ട്. ബറക്കത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബറക്കത്ത് തരുന്നതും ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ് ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്നതും.
ബർക്കത്ത് നഷ്ടപ്പെടാനും ചെറിയ കാര്യമാണ്, ബർക്കത്ത് കിട്ടാനും ചെറിയ കാര്യമാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കുക. നിസ്കരിച്ചാൽ 10 കൂലിയുണ്ട്, ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ 25 കൂലിയുണ്ട്, 24 ഇരട്ടി കൂലിയുണ്ട്. തലമറച്ച് നിസ്കരിച്ചാൽ 25 നിസ്കാരത്തിന്റെ കൂലിയുണ്ട്. വെള്ളിയാഴ്ച തലമറച്ചാൽ 70 ജുമയുടെ കൂലിയുണ്ട്. ചെറിയ കാര്യം കൊണ്ടാണ് ബറക്കത്ത് കൂടുതൽ വരുന്നത്, ചെറിയ കാര്യങ്ങളെ കൊണ്ട് തന്നെയാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്നതും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ നല്ല മുഅ്മിനീങ്ങളായി മുബാറക്കായ ആളുകളായി നമുക്കൊക്കെ ജീവിക്കാൻ കഴിയണം. അതാണ് ജീവിതത്തിന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത്. ഈ ബറക്കത്തിനെ കുറിച്ച് ചിന്തിക്കാനാണ് യഥാർത്ഥത്തിൽ റജബും ഷഅബാനും ഒക്കെ നമുക്ക് പ്രചോദനങ്ങളാവേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിൽ നമ്മളെ ചേർത്തു തരട്ടെ. അർഹമുർ-റാഹിമായ ഖാലിഖായ രാജസയ്യിദായ റഹ്മാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളെയും വിട്ടുപുറത്ത് മാഫാക്കണേ.